നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം വരാൻ പോകുന്ന ആപത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലില് റഫായില് 70ഓളം ടണലുകൾ ഇസ്രായേൽ കണ്ടെത്തി. 70ഓളം ടണലുകളാണ് ഇസ്രായേൽ റഫയിൽ കണ്ടെത്തിയത് തന്നെ. ആ 70ഓളം ടണലുകളിൽ 50ഓളം ടണലുകൾ ഈജിപ്തിലേക്ക് കടക്കുന്ന ടണലുകളാണ്. 50ഓളം ടണലുകൾ, അതിൽ പല ടണലുകളും ട്രക്കർ അതിലേക്ക് കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ടണലുകളാണ്. അപ്പോൾ ഈ ട്രക്കർ വഴി അതിനകത്ത് പോകുന്നത്, ആയുധങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നതും പോകുന്നതെല്ലാം ഈജിപ്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇതിനകത്ത് ആയുധം കടത്തപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ഈജിപ്തിന്റെ സഹായത്തോടു കൂടി ഈ ട്രക്കറുകൾ വഴി ഈ ടണലുകൾ വഴിയാണ് ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ റാഫയിൽ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഗാസയിൽ ഉണ്ടായിരുന്ന, പലസ്തീനിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇപ്പോൾ റാഫയിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. 23 ലക്ഷം ആളുകളോളം റാഫയിലുണ്ട്. അവരെല്ലാം അവിടെ ഇസ്രായേൽ എല്ലാരെയും കൊണ്ടുപോയി റാഫയിൽ ഒതുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സിമ്പതി കരച്ചിലെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് സമൂഹത്തില്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ആ റാഫയിൽ ഉണ്ടായിരുന്ന തീവ്രവാദികളെ എല്ലാം തന്നെ ടണലുകൾ വഴിക്ക് ഈജിപ്തിന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച്, ജോർദാന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച്, ലെബനോന്റെ പാസ്പോർട്ട് കൊടുത്തിട്ട്, അതായത് ഈജിപ്ത്, ജോർദാൻ, ലെബനോൺ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ പാസ്പോർട്ടിന്റെ ബേസില് ആ രാജ്യത്തുണ്ടായിരുന്ന, ഗാസയിലുണ്ടായിരുന്ന ആ പലസ്തീൻ തീവ്രവാദികളെ, ഹമാസ് തീവ്രവാദികളെ എന്ത് ചെയ്യുക, അവിടുന്ന് നേരെ ഇവര് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അമേരിക്ക എന്ന് പറയുന്ന ഇത്യാദി രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കടത്തിയിട്ടുണ്ട്. ഖത്തർ വഴിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഖത്തർ എയർവേസ് ആണ് അതിന് പണം ഇറക്കിക്കൊണ്ട് ഖത്തർ, ഇറാൻ, സൗദി എന്ന് പറയുന്ന GCC കൺട്രികളെല്ലാം ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് പ്രിയ സഹോദരങ്ങളെ. അതായത് ഉറങ്ങിക്കിടക്കുന്ന ജിഹാദിയെ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്നവനും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവനും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിനകത്തെല്ലാം കാണുമ്പോൾ, നിങ്ങളുടെ സമൂഹത്തിലെയോ ഇതൊന്നിനും പോകാത്ത മനുഷ്യർ എന്ന് പറയുന്ന ഉറങ്ങിക്കിടക്കുന്ന ജിഹാദിയെ വേണം നിങ്ങൾ സൂക്ഷിക്കാനായിട്ട്. ബാക്കിയുള്ളവന്മാരെക്കാളും അപകടകാരികളാണ് ഉറങ്ങിക്കിടക്കുന്ന ജിഹാദികൾ. അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് വരത്താൻ പോകുന്ന ആപത്ത് വലുതാണ്. ഡെൻവർ എയർപോർട്ടിനകത്ത് 1994 വളരെ വ്യക്തമായി തന്നെ അവന്മാർ ആ പിക്ചർ വരച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് അമേരിക്കയിൽ നിന്നും ഒരു സഹോദരൻ എന്നെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്: അമേരിക്കയുടെ തെരുവോരങ്ങളിൽ മുഴുവനും ഇന്ന് പണ്ട് കാണാത്ത കണക്ക് 3 വർഷങ്ങൾ കൊണ്ട് തെരുവോരങ്ങൾ മുഴുവനും പർദ്ദയിട്ട പെണ്ണുങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക മാറിയിരിക്കുകയാണ്. ഇതൊരു അവരുടെ അജണ്ടയാണ്, ഈ സ്ത്രീകളെ പർദ്ദയിട്ട് നടത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിലാകട്ടെ, എല്ലാ രാജ്യങ്ങളിലുമാകട്ടെ, ഈ സ്ത്രീകളെ, ഈ ഇസ്ലാം സമൂഹം അവർ പോയിട്ട് അവരൊരു സ്ഥലത്ത് തമ്പടിച്ചിട്ട് ആ ഒരു ഏരിയയെ കവർ ചെയ്തുകൊണ്ട് അവരവിടുത്തെ സ്ത്രീകളെ അപ്പിക്കുപ്പായത്തിനകത്താക്കിയിട്ട് അവരെ അപ്പിക്കുപ്പായത്തിനകത്ത് നടക്കാൻ വിടും. തെരുവുകളിലും വൈകിട്ടും ഒക്കെ നടക്കാൻ വിട്ടിട്ട് ഇവർ കൂട്ടമായിട്ട് മക്കളും കുട്ടികളുമായിട്ടൊക്കെ ആ വഴികളിലേക്ക് പോകുന്ന സമയത്ത് പൊതുസമൂഹത്തിന് ഒരു തലച്ചോറിനകത്തൊരു ബോധം ഉളവാക്കി കൊടുക്കും. എന്താണ് ഇവരവിടെ താമസിക്കുന്നത്? ഈ ഏരിയ എന്ന് പറയുന്നത് ഇസ്ലാമിക ഏരിയയാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് ഇസ്ലാം സമൂഹത്തിന്റെ ഏരിയയാണ് എന്ന് പറയുന്നൊരു ബോധം ഉളവാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനിയും ഹിന്ദുവും മറ്റു മതക്കാരുമായിട്ടുള്ളവർ ഈ സമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിക്കും. അവരുടെ ഇടയിൽ പോയിരിക്കാൻ അവർ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അങ്ങനെ അവർ കുറേശ്ശെ ആ ഏരിയയിൽ നിന്നുമുള്ള ആ ഒഴിഞ്ഞുമാറ്റം പിന്നീട് എന്ത് ചെയ്യും, ആ സ്ഥലം മുഴുവനും ഇവന്മാരുടെ കൈവെള്ളയിൽ പോയി എത്തിപ്പെടുന്ന രീതിയിലേക്ക് ആയിത്തീരും. ഇതൊരു അജണ്ടയാണ്, ഹിഡൻ അജണ്ടയാണ്. ഇസ്രായേലിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൽ പല പാർക്കുകളും യഹൂദന്മാർ അവരുടെ ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയ ആയിരിക്കും. പക്ഷെ ആ പാർക്കുകളിലെല്ലാം തന്നെ ഇസ്രായേൽ ജനം മക്കളെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവിടെ എന്ത് ചെയ്യും, ഒരു പർദ്ദയിൽ വരുന്ന, ഒരു അപ്പിക്കുപ്പായത്തിൽ വരുന്ന 2 സ്ത്രീകളും അവരുടെ മക്കളുമായിട്ട് അവിടെ വന്ന് എന്ത് ചെയ്യും, അവർ ആ പാർക്കിൽ വന്ന് അവിടെ ഇരിക്കും. ഇരുന്ന് കഴിയുമ്പോൾ ഇവരുടെ ഭർത്താക്കന്മാർ പതുക്കെ എന്ത് ചെയ്യും, ആ പാർക്കിൽ വന്നിരിക്കും. അപ്പം അപ്പുറത്ത് മാറി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ കുഞ്ഞുങ്ങൾക്കും അവരുടെ അമ്മമാർക്കും എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇവരെ കാണുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോകാനുള്ള ടെൻഡൻസിയാണ് വരുന്നത്. കാരണം ഇവരെ കണ്ടാൽ ഒരു ഭീതിയാണ് മനുഷ്യർക്കിടെ ഉള്ളിൽ കൊടുക്കുന്നത് പോലും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ പിന്നീട് ആ പാർക്കിൽ അവർ അവിടുന്ന് മാറിപ്പോകുമ്പോൾ അവിടുന്ന് 1 വരും, 2 വരും, 3 വരും. പിന്നെ അപ്പിക്കുപ്പായത്തിലുള്ളത് കുറെ എണ്ണങ്ങൾ എന്ത് ചെയ്യും, അവിടേക്ക് കയറിക്കൂടും. പിന്നെ ആ ഏരിയ അവർ കവർ ചെയ്ത് അവരുടെ സ്ഥലമായിട്ട് അവർ പോയി താമസിക്കുന്ന, അവർ കളിക്കുന്ന, അവരുടെ പ്രദേശമായിട്ട് മറ്റുള്ളവർക്ക് അവിടെ കടക്കാൻ പറ്റാത്ത രീതിയിൽ ആ സ്ഥലത്തെ ഹൈജാക്ക് ചെയ്യുകയാണ്. അങ്ങനെ
അങ്ങനെ ഇത് പലതരത്തിൽ തന്ത്രപൂർവമായിട്ടാണ് ഇവർ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഉണർന്ന് ജാഗരിക്കുവാൻ കഴിവില്ലാത്ത വിവരം കെട്ട മതേതരത്തിന്റെ മറവിലും മതസൗഹാർദ്ദത്തിന്റെ മറവിലും ഇതിനെല്ലാം തന്നെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്ന മൂഢജാതിയെ നിന്റെ ചുവട്ടിന് വേരിൽ നിന്നും മണ്ണവന്മാർ പിഴുതികൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി എന്നുള്ളതാണ്. ഇത് വരുത്താൻ പോകുന്ന ആപത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അമേരിക്കയ്ക്കകത്തും ഓസ്ട്രേലിയയുടെ ഒരു വീഡിയോ എനിക്ക് ഒരു സഹോദരൻ ഇട്ടു തന്നു. ആ വീഡിയോയ്ക്കകത്ത് ഓസ്ട്രേലിയയിലെ തെരുവോരങ്ങളിലൂടെ നടന്നു പോകുന്ന വഴിത്താരകളിലെല്ലാം തന്നെ ഹലാൽ ബോർഡുകളാണ് ഓസ്ട്രേലിയയിൽ. കണ്ട ഒരു പാകിസ്ഥാനി പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കണക്കാണ് ഓസ്ട്രേലിയ ഇന്ന് കാണാൻപ്പെടുന്നത്. അതായത് ഓസ്ട്രേലിയയിലെ പല തെരുവുകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പോകുന്നത് പോലെയാണ്. ഇംഗ്ലണ്ടിന്റെ തെരുവുകളിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ കിടക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് അവിടെ ഹലാലുകൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, അല്ലാത്ത യാതൊന്നും തന്നെ ആ പ്രദേശത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല. അവിടെയുള്ള സ്ത്രീകളെല്ലാം അപ്പിക്കുപ്പായത്തിൽ നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്വാതന്ത്ര്യമായിട്ട് മറ്റു മതസ്ഥരായ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവിടെ കടന്നു പോകാൻ പേടിയാണ്. കാരണം ഈ അപ്പിക്കുപ്പായം കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്ലേസ് ആണ്, അവരുടെ ആൾക്കാരുടെ ഒരു ഏരിയയാണ് എന്ന് പറയുന്ന ഒരു ഒരു സെൻസേഷൻ, ഒരു തെറ്റായ ഒരു ഇൻഫർമേഷൻ അവരെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് മനുഷ്യരുടെ തലച്ചോറുകളിൽ. ഇത് കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലായിട്ട് മറ്റു ആളുകൾക്ക് അവിടെ നിന്നും പിൻവാങ്ങിപ്പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും ആ സ്ഥലങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ, ആപത്തു വലുതാണ്. ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കും തോറും ഇതിന്റെ വില മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോകുന്നവർ, നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയണോ? തെറി എന്ന് പറയുന്നത്, ഇവന്മാർ തെറികൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പല കമന്റ് ബോക്സുകളിലും, റീന ഫ്രാൻസിസിന്റെ കമന്റ് ബോക്സുകൾ മാത്രമല്ല ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കയറി ചെന്നാലും ഫേക്ക് ഐഡികളിലും അല്ലാതെയും എന്നുള്ള മനുഷ്യർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള, ചിലപ്പോൾ നോർമലായിട്ട് ചുമ്മാ പറയുന്ന അഭിപ്രായങ്ങൾ പോലും ആയിരിക്കാം. എന്നാൽ പോലും ഈ പ്ലാറ്റ്ഫോമിനകത്തെല്ലാം കയറി തെറികൾ ഇവന്മാർ ആവശ്യത്തിനേറെ പറയാറുണ്ട്. ഇത് ഒരു ജിഹാദാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കും മൂഢജാതിയെ. തെറി എന്ന് പറയുന്നത് അവന്മാരുടെ ഒരു ജിഹാദാണ്. ഈ ജിഹാദിനകത്ത് കുടുങ്ങിപ്പോയിട്ട് ഈ തെറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പിക്കുപ്പായത്തിൽ കാണുന്ന സ്ത്രീകളെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ആ സ്ഥലത്ത് നിന്നും ഒഴിവാകിപ്പോയി പിൻവാങ്ങിക്കൊടുക്കുമ്പോൾ ആ സ്ഥലം അവന്മാർ ഹൈജാക്ക് ചെയ്തെടുക്കുന്നു. ഇതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ കേറിയിട്ട് ഈ മതത്തിൽപ്പെട്ടവന്മാർ പച്ചയ്ക്ക് മനുഷ്യർക്ക് കേട്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള തെറികൾ ഇവന്മാർ എഴുതിക്കൊണ്ട് അവർമാർ രംഗത്ത് വരുന്ന ഒരു തെറി ജിഹാദ് ഇവന്മാർക്കുണ്ട്. ഇതിനെ മനുഷ്യർ ഭയപ്പെട്ടിട്ട് ഇതയോ നമ്മുടെ ഇമേജ് നഷ്ടപ്പെട്ടു പോകും, അയ്യോ നമുക്കൊരു നാണക്കേടാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ആളുകള് ഈ തെറി ജിഹാദിനെ ഭയപ്പെട്ടിട്ട് പലരും സത്യങ്ങൾ പുറത്തു പറയാൻ പറ്റാതെ വായ്മൂടിക്കെട്ടുകയാണ്. പലരും എന്ത് ചെയ്യുന്നില്ല, പറയുന്നത് സൂപ്പിട്ട് ഒരു മയത്തിലൊക്കെ പറയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഇവന്മാരെ ഭയപ്പെട്ട് ഒഴിവായി പോകുകയാണ്. ഇതാണ് ഇത്രയും കാലം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നടന്നതും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇവന്മാർ ഹൈജാക്ക് ചെയ്തതും ഈ ഒരു തരത്തിൽ തന്നെയാണ്. പക്ഷേ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ അവന്റെ തെറി ജിഹാദിനെ നിങ്ങൾ ഭയപ്പെട്ടാൽ, അവന്റെ തെറി ജിഹാദ് കേട്ടിട്ട് നിങ്ങൾ പേടിച്ചരണ്ട് ഓടാൻ ഇന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓടി ഏത് കണ്ടം വരെ നിങ്ങൾ ഓടും പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ ഓടി ഏത് കണ്ടം വരെ നിങ്ങൾ ഓടും. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കിക്കോ. നിങ്ങൾക്കിനി ഓടാനായിട്ട് ബാക്കി ഒന്നും ഒരു സ്ഥലവും കാണില്ല. സകല രാജ്യവും ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ, ഈ മമ്മൂട്ടി എന്ന് പറയുന്ന കാക്ക, തീട്ടം മമ്മൂട്ടിയും തീട്ടം ദുൽഖറും അതുപോലെ തീട്ടം ഷെയ്നും എന്ന് പറയുന്ന ഈ ഇസ്ലാം വർഗത്തിൽപ്പെട്ട ഇവന്മാരെല്ലാം പതുങ്ങിക്കിടന്ന ജിഹാദികളാണ്, ഒളിഞ്ഞുകിടന്ന ജിഹാദികളാണ്. മട്ടാഞ്ചേരി മാഫിയയുടെ മറവിനകത്ത് ഇവന്മാർ കാട്ടിക്കൂട്ടുന്നതെന്ന്, മട്ടാഞ്ചേരി എന്തുകൊണ്ടാണ് ഇവന്മാർ ടാർഗറ്റ് ചെയ്തെടുത്തെന്ന് അറിയാമോ? മട്ടാഞ്ചേരി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പ്ലേസ് ആയിരുന്നു. യഹൂദന്മാർ അവിടെ കാലാകാലങ്ങളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പല്ല, അതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിയൻ സാമ്രാജ്യം ഇറാഖ് നെബുക്കദ്നെസർ രാജാവിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഓടി വന്നവരൊക്കെയാണ് എന്ത് ചെയ്തത്?
കയറി മട്ടാഞ്ചേരിയിലും കേരളത്തിൽ ഉടനീളവും പല സ്ഥലങ്ങളിലും ഇന്ത്യക്കകത്തുമെല്ലാം യഹൂദന്മാരുടെ സ്ഥലമായിരുന്നു. പക്ഷേ ഈ യഹൂദന്മാരെല്ലാം തന്നെ മടങ്ങിപ്പോയ സമയത്ത് കുറേശ്ശെ ഇവന്മാർ കയറി വന്ന് യഹൂദന്മാരോട് വൈരാഗ്യവും, യഹൂദന്മാരെ ജീവിക്കാൻ പാടില്ല, യഹൂദന്മാർ കൊന്നൊടുങ്ങണം, യഹൂദന്മാരെ ചൂട് മുടിക്കണം എന്നുള്ളതൊരു ലക്ഷ്യമായതുകൊണ്ട് ക്രിസ്ത്യാനി വലിയൊരു കൂട്ടമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയെ ആക്രമിച്ച് പെട്ടെന്ന് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ യഹൂദന്മാരെന്ന് പറയുന്ന ചുരുങ്ങിയ കൂട്ടമാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ തീർത്ത് കളയാം, ഒറ്റപ്പെടുത്തി കളയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂട്ടമായിട്ട് ഇവന്മാർ എന്ത് ചെയ്യുന്നത്, ആക്രമിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ പ്ലേസുകളെ ആദ്യം എന്ത് ചെയ്യുന്നത്, ക്യാച്ച് ചെയ്യുന്നത്. അങ്ങനെ മട്ടാഞ്ചേരി എന്ന് പറയുന്ന, പണ്ട് മട്ടാഞ്ചേരിയിൽ പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം യഹൂദന്മാരുടെ സിനഗോഗുകൾ ഉണ്ടായിരുന്നു, അവരുടെ കടകൾ ഉണ്ടായിരുന്നു, അവരുടെ സാധനങ്ങൾ. ഇന്ന് മട്ടാഞ്ചേരിയിൽ കയറി കഴിഞ്ഞാൽ തുലുക്കനെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആ തുലുക്കന്മാരെ മാത്രമേ നിങ്ങൾക്ക് മട്ടാഞ്ചേരിയിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. മട്ടാഞ്ചേരി അവന്മാർ ഒരു മാഫിയാക്കി ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, കേരളം എന്ന് പറയുന്ന ഒരു ഹബ്ബാണ് പ്രിയ സഹോദരങ്ങളെ. കേരളം എന്ന് പറയുന്നത് എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലമാണ്. തീവ്രവാദം ചെയ്യുന്നതിന് വളരെ എളുപ്പമായിട്ട്, വളരെ വേഗത്തിൽ തീവ്രവാദികൾക്ക് ഒളിഞ്ഞു താമസിക്കാനും, തീവ്രവാദികൾക്ക് ഇന്ത്യ ഹൈജാക്ക് ചെയ്യുവാനും, തീവ്രവാദികൾക്ക് പല തരത്തിലുള്ള അജണ്ടകൾ നടപ്പാക്കുവാനും പറ്റിയ ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മട്ടാഞ്ചേരി മാഫിയയുടെ മറവില് സിനിമാ ഫീൽഡിനകത്ത് ഇവന്മാർ, ഈ സിനിമാ ഫീൽഡ് മുഴുവനും ഇവന്മാർ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു. അയ്യോ, സിനിമ നമുക്ക് ഹറാമാണ് പുള്ളേ, ജിഹാദിനാണെങ്കിൽ നമുക്ക് ഹലാലാലു പുള്ളേ. മനസ്സിലായോ? സിനിമ നമുക്ക് ഹറാമാണ്, പക്ഷെ ജിഹാദിനാണെങ്കിൽ അത് ഹലാലാകും. ഇതാണ് ഇവന്മാരുടെ രീതി. വ്യഭിചാരം എന്ന് പറയുന്നത് ഹറാമാണ് പുള്ളേ, സ്വർഗത്തിൽ 72 ഹൂറിയെ വ്യഭിചരിക്കാം. ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വ്യഭിചാരം നമുക്ക് ഓക്കെയാണ്. മയക്കമരുന്ന്, മദ്യപാനം, ഇവിടെ സിഗരറ്റ് വലിച്ച് വെള്ളമടിച്ച് നടക്കുന്നത് മുഴുവനും ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട പെണ്ണുങ്ങളും ആണുങ്ങളുമാണ്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ പഴയ ഫോണിൽ കിടക്കുക, അതിൽ നിന്ന് പുറത്ത് എടുക്കണം അത്. അപ്പോൾ ഇങ്ങനെ ഈ സിനിമ എന്താ പറയുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ മറവിൽ സിനിമ മുഴുവനെയും ഫീൽഡിനെ മുഴുവനെയും ഇവന്മാരെന്ത് ചെയ്തു, ഹൈജാക്ക് ചെയ്തു. ഇതിനകത്തുകൂടി ഒഴുകുന്ന പണം എന്ന് പറയുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ സുഡാപ്പി മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും ഒക്കെ പേരിലേക്ക് ഒഴുകി വരുന്ന കോടികൾ എന്ന് പറയുന്നത് മുഴുവനും ഈ ഇവന്മാരുടെ പറവിൽ, ഇവന്മാരുടെ ഡയറക്ഷന്മാര്, പ്രൊഡ്യൂസർമാര്, ക്യാമറാമാൻമാര് എന്ന് പറയുന്ന ഇത്യാദി എന്തുവാ ഇവന്റെ വർഗത്തിൽപ്പെട്ടവന്മാരുടെ മറവിലെല്ലാം തന്നെ ഒഴുകി എത്തുന്നത് കോടികളുടെ ആസ്തികളാണ്. കോടികൾ എന്ന് പറയുന്നത് ഈ ഫണ്ടിറക്കി കൊടുക്കുന്നത് തീവ്രവാദികൾ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനത്തിനുള്ള ഫണ്ടുകൾ കോടികൾ ഇവന്മാരുടെ അക്കൗണ്ടിലൂടെ മറയുകയാണെന്നുള്ളത് മറന്നു പോകരുത് നിങ്ങൾ. അതുകൊണ്ടാണ് എത്ര വില കൊടുത്തും ഇവന്മാർ എന്ത് ചെയ്യുന്നത്, കേരളത്തിലാണെങ്കിലും ശരി എല്ലായിടത്തും വീടുകൾ വിലക്ക് മേടിക്കുന്നു, ആ സ്ഥലങ്ങൾ വിലക്ക് മേടിച്ചു. അപ്പൊ തന്നെ അവിടെ ഒരു പള്ളി പണിയുന്നു. ക്രിസ്ത്യാനികൾ താമസിച്ചു, പണ്ട് ഇടുക്കിയിലൊക്കെ ക്രിസ്ത്യൻ മാപ്പിളമാർ താമസിച്ച ഏരിയയാണ്. ഇടുക്കിയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഹൈറേഞ്ച് മുഴുവനും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഏരിയ ആയിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ ഹൈറേഞ്ചിൽ കയറിക്കഴിഞ്ഞാൽ ഈ തുലുക്കന്മാരെ നിങ്ങൾക്ക് ഹൈറേഞ്ചിൽ കാണാൻ പറ്റും. അങ്ങനെ ഇവന്മാർ പിടിച്ചെടുക്കാത്ത സ്ഥലമൊന്നും കേരളത്തിൽ ബാക്കിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, കൊടുങ്ങല്ലൂർ ക്ഷേത്രവും അതിന്റെ പരിസര പ്രദേശവും അതുപോലെ തന്നെ എന്താ പറയുന്ന അതിന്റെ കൊട്ടാരവും നിൽക്കുന്ന സ്ഥലം മുഴുവനും ആർക്കാ എഴുതി കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും എഴുതി കൊടുത്തിരിക്കുന്നത് അബ്ദുൽ ഖാദർ, മുഹമ്മദ് ഖാദർ എന്ന് പറയുന്ന ഒരു തുലിക്കനാണ് എഴുതി കൊടുത്തിരിക്കുന്ന ആ സ്ഥലം. അവന്റെ പേര് മുഹമ്മദ് ഖാദർ ആണോ, പേരും മറന്നുപോയി, ഖാദർ മുഹമ്മദ് എന്നോ. അപ്പോൾ അവന് ആ സ്ഥലം എന്ത് ചെയ്തിരിക്കുന്ന എഴുതി കൊടുത്തിരിക്കുകയാണ്. അത് ആരാ ചെയ്തത്? അത് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ സർക്കാരാണ്. ഈ മരുമകൻ എന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പിണുങ്ങാണ്ടിയുടെ മരുമോൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇവന്മാർ എവിടെ ഹൈജാക്ക് ചെയ്ത് കയറിക്കഴിഞ്ഞാലും അവന്മാർ വളരെ കൃത്യമായി തന്നെ എന്ത് ചെയ്യും, അവന്മാർ കൃത്യമായി തന്നെ എന്ത് ചെയ്യും,
വളരെ ബുദ്ധിപരമായിട്ട് അതിനെ എങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് നോക്കിയിട്ട് അവന്മാർ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇന്ന് കേരളത്തിലുള്ള സകല സ്ഥലങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലതും 404 ഏക്കർ ചിറായി ബീച്ചും അതിന്റെ പരിസര പ്രദേശവും ക്രിസ്ത്യാനി പള്ളികളും ക്രിസ്ത്യാനികൾ താമസിച്ച 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള വീടുകളും എല്ലാം തന്നെ വഖഫ് ബോർഡിന്റെ കീഴിലുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഉത്തരവും മേടിച്ചുകൊണ്ടിരിക്കുക അവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും ആരും അറിയുന്നില്ല. നിന്റെ മൂട്ടിന്റെ താഴെ ഇരുന്ന് കുഴി തോണ്ടി നിന്നെ അവിടെ ഇട്ട് വെട്ടിമൂടി നിന്നെ കുഴിച്ചു മൂടിയാലും ശംഭാവാട റീബലവാട ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂഢജാതിയെ, നീ ഇതൊന്നും അറിയത്തില്ല. ക്രിസ്ത്യാനിയെ, വിവരം കെട്ടവന്മാരെ, നീയൊക്കെ ഉണർന്ന് തലച്ചോറ് വെച്ച് ഒന്ന് പതിയിരിക്കാനുള്ള ലക്ഷ്യമെങ്കിലും കാണും. പ്രതിരോധിക്കാനുള്ള മനസ്സും ശക്തിയും കരുത്തുമെങ്കിലും ആർജിച്ചെടുക്കും നിങ്ങള്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് നേരവും എന്തിനേയും നേരിടാനായിട്ട് ഒരു അപകടം വരുന്ന സമയത്ത്, ഒരു ആപത്ത് വരുന്ന സമയത്ത് നിന്നെ വരുന്നവന് മുമ്പേ അവനെ വെട്ടിവിടാനുള്ള കരുത്ത് ആർജിച്ചെടുക്കും. നീ മരിക്കുന്നതിന് മുമ്പും ധീരനായി മരിക്കാൻ പഠിക്കും. അതിനെങ്കിലും ഇനിയെങ്കിലും പഠിക്കും. നീ മരണത്തെ എന്തായാലും നീ മരിക്കും. കാരണം ഈ ലോകം തുലുക്കന്മാരുടെ കയ്യിൽ പെടുമെന്നുള്ളതിന് യാതൊരു മടിയും വേണ്ട. ഈ ലോകം തുലുക്കന്മാരുടെ കയ്യിൽ ചെന്ന് പെടുമെന്നുള്ളതിന് യാതൊരു മടിയും വേണ്ട. ഒരു മിനിറ്റ്. നൈജീരിയയില് നടന്ന സംഭവമാണ്. ഒരു അമ്മയും കുഞ്ഞുമാണത്. കണ്ടോ നിങ്ങള്? കണ്ടോ? ഇത് ബോക്കോ ഹറാം തീവ്രവാദികൾ നൈജീരിയയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ചെയ്യുന്ന പരിപാടിയായി കാണിക്കുന്നത് നിങ്ങൾ കണ്ടത്. നിങ്ങൾ ഇതുപോലെ ചെറിയ ഷോർട്ട് വീഡിയോ ഇതൊന്നും പുറത്തുവിടാൻ പറ്റില്ല. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസുകാരെല്ലാം കൂടി അങ്ങ് എടുത്ത് കളയുമല്ലേ. ലോകം അറിയാൻ പാടില്ലല്ലോ സത്യങ്ങളെല്ലാം. ലോകം ഇതൊന്നും അറിയാൻ പാടില്ലല്ലോ. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസുകാർ അപ്പൊ തന്നെ വരില്ലേ ഇവന്മാരുടെ വയലൻസ് പുറത്തു പോകും. അപ്പൊ നിങ്ങൾക്കതിന്റെ തീവ്രത മനസ്സിലാകാത്തത് കൊണ്ടാണ്. അമ്മയെന്നോ പെങ്ങളെന്നോ കുഞ്ഞെന്നോ വലുതെന്നോ ചെറുതെന്നോ ഈ തള്ളാകുവിന്റെ മതത്തിൽപ്പെട്ടവന്മാർക്ക് ഇല്ല. ഈ വൃത്തികെട്ടവന്മാർക്ക് മനുഷ്യനെന്ന് പറയുന്ന പേര് കൊടുക്കാനേ പറ്റില്ല. ഈ തീവ്രവാദി കുഞ്ഞുങ്ങൾക്ക് മനുഷ്യനെന്നുള്ള യാതൊരു പരിഗണനയും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം അണലി സന്തതികളാണ്. അണലി സന്തതികളുടെ സ്വഭാവമേ ഈ വർഗങ്ങൾ കാണിക്കത്തുള്ളൂ. അതുകൊണ്ടാ എന്റെ പ്രിയ സഹോദരങ്ങളെ, ബുദ്ധിയുദിച്ചവരായിരിക്കെ. ഇവൻ ലോകം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവൻ വരാൻ പോകുന്നത് ഇരച്ചു കയറി അവന്റെ തീവ്രവാദത്തിന്റെ എല്ലാ സ്രോതസ്സുകളും അവൻ കൊണ്ടുവരും. അവൻ അന്യമതത്തിൽപ്പെട്ടവനെന്ന് പറയുന്നത് ഹറാമാണ്. അന്യമതത്തിൽപ്പെട്ടവരെന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം എന്തോ വലിയ അവൻ തുലിക്കന്റെ ദൈവം തള്ളാകൂ അവിടെ 72 ഹൂറിമാരെ കൊടുക്കുമെന്ന് പറഞ്ഞവൻ അന്യമതത്തിൽപ്പെട്ടവരെന്ന് പറയുന്നവരെ അന്യമതത്തിൽപ്പെട്ടവരെ തുലിക്കന്റെ ദൈവം ഹറാമാക്കി വെച്ചിരിക്കുകയാണ്. അവരെ കൊന്നൊടുക്കണമെന്ന പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആപത്ത് വലുതാണ്. എനിക്കിതിൽ കൂടുതൽ നിങ്ങളോട് എങ്ങനെ ഇത് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ശക്തിയെ ആർജിച്ചുകൊള്ളുവിൻ, മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊള്ളുവിൻ. നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലം നമുക്ക് സമാധാനം ഉളവാക്കുന്ന സ്ഥലമല്ല. പെമ്മക്കളെ താമസിപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചും തീ വയറ്റിൽ കൊണ്ട് നടക്കുന്നത് പോലത്തെ ഭാരമായിരിക്കും. അവിടെ ആഭാസം നിറഞ്ഞവന്മാർ, സാമൂഹ്യ വിരുദ്ധന്മാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് കുഞ്ഞുങ്ങൾ സുരക്ഷിതമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എന്തു പറഞ്ഞു കൊടുക്കും? ഇന്നലെ ഒരു വൃത്തികെട്ടവളെ എന്റെ ഫേസ്ബുക്കിന് ദീപ തോമസ് എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു വൃത്തികെട്ടവൾ എന്റെ ഫേസ്ബുക്കിനകത്ത് കയറി വന്നിട്ട് ഡയലോഗ് ഇട്ടിട്ട് പോയത് നിങ്ങൾ കേട്ടായിരുന്നോ? ഇതൊക്കെ മക്കളെ പഠിപ്പിക്കാൻ പറ്റും. റീന പറയുന്ന തെറിയും കാര്യങ്ങളൊക്കെ മക്കളെ പഠിപ്പിക്കാൻ. നിന്റെ മക്കളെ ഒന്നും ഇത് പഠിപ്പിക്കാനല്ല പറഞ്ഞത്. പക്ഷെ നിന്റെ മക്കളെല്ലാം ബുദ്ധിയുള്ളവരായിട്ട് തിരിച്ചു പ്രതികരിക്കാനുള്ള തെറിയാവൻ കൊണ്ടുവരുന്നെങ്കിൽ തെറി കൊടുത്താണെങ്കിലും തിരിച്ച് അവനോട് പ്രതികരിച്ച് പഠിപ്പിക്കാൻ നിങ്ങൾ ശക്തി ആർജിച്ചെടുക്കണമെന്നാണ് പറഞ്ഞു തന്നത് ഞാന്. അല്ല, നിങ്ങൾ ഇവന്റെ തെറിക്ക് മുമ്പിൽ പേടിച്ചോടാൻ നിങ്ങൾ ഇന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഓടിക്കൊള്ളും? ഒരു നിസ്സാരം തെറി പോലും നിങ്ങൾക്ക് കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല. അതിന്റെ മുമ്പിൽ പോലും നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. അതിനെ കാണുമ്പോൾ പോലും നിങ്ങൾ ചൂളിപ്പോകുന്നു, തളർന്നു പോകുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ നിങ്ങളുടെ മുമ്പിൽ ജയിച്ച് മുന്നേറുകയാണ് പ്രിയ സഹോദരങ്ങളെ. അതിന് അവസരം കൊടുക്കരുത്. അവസരം കൊടുക്കരുത്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടവർ കരാട്ടെ പഠിപ്പിച്ചെടുക്കണം. ഇന്ന് സമൂഹത്തിൽ അങ്ങനെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. കരാട്ടെ പഠിപ്പിച്ചെടുക്കേണ്ടവർ കരാട്ടെ പഠിപ്പിച്ചെടുക്കണം. മറ്റ് കളരിമുറ പഠിപ്പിക്കേണ്ടവർ കളരിമുറ പഠിച്ചെടുക്കണം. കാരണം നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിൽ ഭദ്രമായി നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ മരണം എന്ന് പറയുമ്പോൾ അവന്മാർ നിങ്ങളെ എന്തായാലും കൊല്ലും. കാരണം ഭൂരിപക്ഷമുള്ളിടത്ത് നിങ്ങൾ അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെയായി മാറും ന്യൂനപക്ഷങ്ങൾ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് DCC കൺട്രികളിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനിയെയും യഹൂദനെയും കാണാനില്ല. കാരണം ഇവന്മാരെല്ലാവരും എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ഇവന്മാരെല്ലാവരും രാജ്യങ്ങൾ പിടിച്ചെടുത്തു. എല്ലാ അറബ് രാജ്യങ്ങളിലും പണ്ടുണ്ടായിരുന്നത് ക്രിസ്ത്യാനിയും ഹിന്ദുവുമായിരുന്നു, ക്രിസ്ത്യാനിയും യഹൂദനുമായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ക്രിസ്ത്യാനിയും യഹൂദനെയും അവിടെ നിങ്ങൾക്ക് തിരക്കി പിടിച്ചാൽ കാണാൻ പറ്റത്തില്ല. അവരഥവാ അവിടെ ഉണ്ടെങ്കിൽ പോലും കേവലം എന്താ പറയുന്ന അടിമകളെ പോലെ കഴിയേണ്ട ഗതികേടാണ് അവിടെ ഉള്ളവർക്ക്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സൗദി അറേബ്യയിൽ ഒന്ന് പോയി നോക്ക്. അവന്റെ മതത്തിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത കണ്ടോ? നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് എടാ ഹിന്ദുവേ, എടാ ക്രിസ്ത്യാനിയെ, എടാ വിവരം കെട്ടവനെ, ഇനിയെങ്കിലും തലച്ചോറ് ഉണരടാ വിവരം കെട്ടവന്മാരെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കിനടാ. എടാ അവന്റെ രാജ്യത്തിനകത്ത് നിങ്ങൾ പണിയെടുക്കാൻ പോകുന്നവർ അവന്റെ മതത്തിൽ പോയവരല്ല, അവന്റെ മതമാകാൻ ഇച്ഛിക്കപ്പെട്ടവരല്ല. നിങ്ങൾ പണിയെടുത്തിട്ടാണ് കാശ് മേടിക്കുന്ന പല വിവരം കെട്ടവന്മാരും പല ഹിന്ദുവും പല ക്രിസ്ത്യാനിയും പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്. അബ്ദുൾ മജീദ് ആരാടാ? ഉമ്മയാണോ വെടി? അബ്ദുൾ മജീദേ, ആ പറവെടി ഉമ്മയോട് ചെന്ന് പറ, ആ വെടിയൊന്ന് നിർത്തിയിട്ട് അടങ്ങി വീട്ടിൽ ഇരിക്കാൻ പറ അവളെ. അബ്ദുൾ മജീദേ, ഉമ്മ വെടിയാണെങ്കിലുണ്ടല്ലോ ആ പറവെടി ഉമ്മയോട് പറ, അവളെ പറന്ന് വെടിവെക്കാതെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറയടാ. പോടാ തരത്തിപ്പോയി കളിയടാ. നീ സംസാരിക്കാൻ വന്നത് ആരോടാണെന്ന് നോക്കിയിട്ട് കളിക്കണം. റീനയോടാ സംസാരിക്കാൻ വന്നത്, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കണ്ട പെണ്ണുങ്ങളോടെല്ലാം പോയിട്ട് നിന്റെ ഊള വർത്തമാനം പറയാൻ പോകുന്ന കണക്ക് നീ റീനയടുത്ത് കയറി യെരുശലേമിൽ താമസിക്കുന്ന എന്നോട് കയറി സംസാരിച്ചാലുണ്ടല്ലോ, ഇസ്രായേൽ ഹമാസിന് കൊടുത്തതിന്റെ ബാക്കി ഞാൻ നിനക്ക് നിന്റെ അണ്ടകണ്ടാടകങ്ങളിൽ വെച്ച് കയറ്റിത്തരും. കേട്ടാ ചേറ്റേ? എന്റെ പേജിനകത്ത് കയറി സംസാരിച്ചിട്ട് പോയാൽ മനസ്സിലായോ? അബ്ദുൾ മജീദ് പൂറി, നിന്റെ ഉമ്മപ്പൂറി ഉണ്ടല്ലോ, അവളോട് ചെന്ന് പറഞ്ഞാ മതി. പറവടി ഉമ്മയില്ലേ നിന്റെ അബ്ദുൾ മജീദിന്റെ പറവടി ഉമ്മ, മുറിയണ്ടി പോരാന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് കറങ്ങി നടന്ന് പറവടി വെക്കുന്ന നിന്റെ പറവടി ഉമ്മയോട് പറഞ്ഞാൽ മതി പൂറിയും മറ്റതും മറിച്ചതും ഒക്കെ. എന്റെ പേജിൽ കയറി വന്നാലുണ്ടല്ലോ കാരണം അടിച്ച് ഞാൻ പൊളിച്ചു വിടും. എന്റെ പേജിൽ കയറി വന്ന എന്റെ അണ്ടകടാകടങ്ങൾ പിന്നെ വലിച്ചു കീറി ഞാൻ എന്ത് ചെയ്യും? തോട്ടിലെറിയും. കൂടുതൽ സൂക്ഷിച്ചും കണ്ടു വേണം എന്റെ പേജിൽ കയറി സംസാരിക്കാനായിട്ട്. കേട്ടാ ചെറ്റേ? പോ തരത്തി കളിക്ക്. മനസ്സിലായോ? നോണ്ടി നിനക്ക് ക്രിസ്ത്യാനിയെ നോണ്ടാം, നീ യഹൂദനെ നോണ്ടി നോക്കിയാൽ വിവരം അറിയും. മനസ്സിലായോ? നീയേ ക്രിസ്ത്യാനിയെ ചിലപ്പം നോണ്ട് മരി. നാട്ടിലെ കുറെ ഊള ക്രിസ്ത്യാനികളുണ്ട്. ആ ക്രിസ്ത്യാനികളെ പോലെ വിചാരിച്ചിട്ട് നീ എന്നെ കയറി സംസാരിക്കാൻ വന്നു കഴിഞ്ഞാണ്ടല്ലോ കാല് മടക്കി അടിച്ച് ഞാൻ നിലത്തിടും. സ്ഥലം കാലിയാക്ക് ഊളെ. വെടിയും പറവടിയും പൂറിയും കീറിയും ഒക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് മൂട്ടിനകത്ത് കയറി ഒളിക്കൂന്നൊക്കെ ഇവന്റെയൊക്കെ വിചാരം. എടാ പോടാ നിന്റെയൊക്കെ തരത്തിൽ പോയി കളിയടാ, തരത്തിൽ പോയി കളി. എന്റെ പേജിൽ കയറി വന്ന് കളിച്ചാണ്ടല്ലോ വിവരം പഠിപ്പിച്ചു വിടും ഞാൻ. അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവന്മാരുടെ തെറി ജിഹാദ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നല്ലോ, ഇത് തന്നെയാണ് ഇവന്മാരുടെ ജിഹാദിന്റെ വേറൊരു മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? തെറി ജിഹാദ് എന്ന് പറയുന്നത് ഇവന്മാരുടെ മോഡലാണ്. ഇത് കണ്ട് പേടിച്ച് ചൂളിയൊന്നും പോകേണ്ടവരല്ല ഇവിടെ ഉള്ള ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും. ഇതിനൊന്നും മറുപടി കൊടുത്തത് കൊണ്ട് നിങ്ങൾ ആരും തന്നെ മോശക്കാരും ആകാൻ പോണില്ല. വാളെടുത്തോണ്ട് വരുന്നവനെ തിരിച്ചു വാളിന് വെട്ടിയാൽ നിങ്ങൾ മോശക്കാരൊന്നും ആകാൻ പോകുന്നില്ല. പ്രതിരോധം തീർക്കേണ്ടത് എപ്പോഴും നമ്മുടെ കടപ്പാടാണ്. നമ്മൾ ഒരുത്തന്റെ മുമ്പിലും തലതാഴ്ത്തി കൊടുത്ത് താണിരുന്ന് കൊടുക്കേണ്ടവരല്ല. മനസ്സിലാവുന്നുണ്ടോ?
ഒരു ചെറ്റകളുടെ മുമ്പിലും തല താഴ്ത്തി കൊടുക്കേണ്ടവരല്ല നമ്മളെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ജിഹാദികൾ എന്നും ജിഹാദികളാണ്. അവന്മാർ ഒറ്റക്കെട്ടായിട്ട് വരും. DCC കൺട്രിയിൽ സൗദി അറേബ്യയിൽ പണിയെടുക്കാൻ പോകുന്നു, പിന്നെ അറബ് രാജ്യങ്ങളിൽ പണിയെടുക്കാൻ പോകുന്നു. പലരും ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരുടെ ഓച്ചാരിച്ച പണത്തിനകത്ത് നിങ്ങൾ ജീവിക്കുകയാണെന്ന്. നിങ്ങൾ എന്താ അടിമകളോ? എടാ, നിങ്ങൾക്ക് അടിമപ്പണി എടുക്കാൻ പോയിട്ട് അടിമകളെ പോലെ ജീവിക്കേണ്ടവരാണോ നിങ്ങളൊക്കെ അന്തസ്സായിട്ട് നിങ്ങളുടെ കഴിവും അധ്വാനവും കൊടുത്തിട്ട് ശമ്പളം മേടിച്ചു വന്ന് ജീവിക്കുന്നവരാ. പക്ഷെ ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനിയുടെ തലച്ചോറിനകത്തും ക്രിസ്തുവിന്റെ തലച്ചോറിനകത്തും ഈ മുസ്ലിം വർഗം തന്നെ കെട്ടിവെച്ചിരിക്കുക. ഇസ്ലാം ക്രിസ്ത്യൻ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പോയി പണിയെടുത്ത് അവരുടെയൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ അടുപ്പ് കത്തണമെങ്കിൽ പോലും അവരെയൊക്കെ എച്ചിച്ചോറ് കൊണ്ട് നീയൊക്കെ കഴിഞ്ഞിട്ട് പോലും നീ എന്നാ അവനെതിരെ സംസാരിക്കുന്ന നിനക്ക് നാണമില്ലേടാ എന്നൊക്കെയവന്മാർ ചോദിക്കുന്നത്. മനസ്സിലായോ? എന്നൊക്കെയവന്മാർ ചോദിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളാരും അവന്മാരുടെ അടിമകളായിട്ട് പോയി പണിയെടുത്തിട്ടല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കാശ് മേടിച്ചോണ്ട് വന്നത്. നിങ്ങൾ അന്തസ്സായിട്ട് അവിടെ പോയി കഷ്ടപ്പെട്ട് നിങ്ങളുടെ വിയർപ്പൊഴുക്കി നിങ്ങളുടെ അധ്വാനത്തിന്റെ ശമ്പളമാണത്. എന്നിട്ടും നിങ്ങൾക്ക് നേരാവണ്ണം ശമ്പളം കിട്ടുന്നുണ്ടോ? എന്നിട്ടും നിങ്ങൾക്ക് നേരാവണ്ണം ശമ്പളം അവന്മാർ തരുന്നില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങള്. ഈ സൗദി അറേബ്യയിൽ ചെന്നു കഴിഞ്ഞാൽ അവന്റെ മതത്തിലല്ല നിങ്ങൾ നിൽക്കുന്ന. ഒരു ക്രിസ്ത്യാനി ആകട്ടെ, ഒരു ഹിന്ദു ആകട്ടെ, അവന്റെ മതത്തിലാണോ സൗദി അറേബ്യയിൽ പണിയെടുക്കുന്നത്? അല്ല. പക്ഷേ ഹിന്ദുവായ ക്രിസ്ത്യാനിയായ സ്ത്രീകൾ അവന്റെ അപ്പിക്കുപ്പായത്തിൽ കിടക്കേണ്ട ഗതികേടുണ്ടാക്കിയിട്ടിരിക്കുക. ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയുമായ സ്ത്രീക്ക് പോലും പണിയെടുക്കാൻ പോയവൾക്ക് പോലും അവന്റെ രാജ്യത്തിൽ അവന്റെ അപ്പിക്കുപ്പായത്തിൽ കിടക്കേണ്ടി വരുമ്പോൾ, ഇവന്റെ രാജ്യമായി ഈ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും? ഇന്ന് ഷാനി പ്രഭാകർ ചാനൽ കുരയ്ക്കുന്നുണ്ട് ഇവന്മാർക്ക് വേണ്ടിയിട്ട്. നിശ കുരയ്ക്കുന്നു, ഷാനി പ്രഭാകർ കുരയ്ക്കുന്നു, സ്മൃതി കുരയ്ക്കുന്നു, നീതു കുരയ്ക്കുന്നു. ഇവരെല്ലാം കിടന്ന് മാധു കുരയ്ക്കുന്നു. ഇവരെല്ലാം കിടന്ന് കുരയ്ക്കുക. സിന്ധു സൂര്യകുമാർ കിടന്ന് കുരയ്ക്കുക. ഇവന്മാർ തുലുക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇവളുമാരുടെ തുലുക്കന്മാരുടെ മുറിയണ്ടികൾ ഇവളുമാരാണോ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നിപ്പോകും ചില സമയങ്ങളിൽ. ഇവളുമാരുടെ കുര കാണുമ്പോഴത്തേക്കും, ഇവളുമാരുടെ പ്രീതി കാണുമ്പോഴത്തേക്കും. അത്രത്തോളം തുലുക്കന്മാരോടുകൂടെ ഇവളുമാരുടെ പ്രേമം മൂത്ത് കിടക്കുകയാണ്. ഈ പ്രേമം പിടിച്ചവളുമാരെല്ലാം കേടി അവന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന സംസാരം കാണുമ്പോഴുണ്ടല്ലോ, ഈ മൂട്ടിക്കിടക്കുന്നവളുമാർ അറിയുന്നില്ല നാളെ ഇവളുമാർ അപ്പിക്കുപ്പായത്തിൽ കയറിയിരുന്നതിനകത്ത് സംസാരിക്കേണ്ട ഗതികേട് വരുമെന്ന്. ഇന്ന് ഫ്രീഡമായിട്ട് ഷർട്ട് ഇട്ടിട്ട് പാന്റ് ഇട്ടിട്ട് മൊട്ടയടിച്ചിട്ട് നല്ല മോഡലായിട്ടൊക്കെ നിന്നിട്ട് സംസാരിക്കുന്നവളുമാര് നാളെ കണ്ണും കാണിച്ചുകൊണ്ടിരുന്നിട്ട് വാർത്ത വായിക്കേണ്ട ഗതികേടും അതും ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. നാളെ കണ്ണും കാണിച്ച് വാർത്ത വായിക്കാനായിട്ട് വാർത്താ ചാനലുകൾക്ക് കയറി വരാൻ പറ്റുമോ എന്നുള്ളത് സംശയമാ. പ്രസവിച്ചു കൂട്ടേണ്ട ഗതികേട് വരും ഇവന്റെയൊക്കെ അടിമയായിട്ട് പോയിരുന്നിട്ട്. അവൾ നടക്കണമെങ്കിൽ പോലും അവൻ തീരുമാനിക്കും. അവന്റെ വറതയ്ക്കകത്ത് അപ്പിക്കുപ്പായത്തിനകത്തും കയറേണ്ടി വരും അവന്റെ രാജ്യം വന്നു കഴിഞ്ഞാൽ. എന്നിട്ടാ ഈ വിവരം കെട്ടവന്മാരും ഈ വൃത്തികെട്ടവന്മാരും എന്നിട്ടായിരുന്നു കുരയ്ക്കുന്നത് ഇന്ത്യയെ നോക്കിയിട്ട്. മതേതര രാജ്യം ഇവന്റെ മതത്തിലുള്ള ഇവന്റെ തുലിക്കന്മാരുടെ മതത്തിൽ മാത്രം മതേതരം വേണ്ടേ? അവിടെ മുഴുവനും മതരാജ്യമായിരിക്കണം. ഇസ്ലാം എവിടെ പിടിച്ചെടുക്കുന്നു അവിടെ മൊത്തവും മതരാജ്യമായിരിക്കണം. ഈ ഇസ്ലാം എവിടെ ഭൂരിപക്ഷമുണ്ടോ അവിടെ മൊത്തം മതരാജ്യമായിരിക്കണം. ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്നാൽ അത് ഹിന്ദു രാഷ്ട്രമാകാൻ പാടില്ല. ക്രിസ്ത്യാനി ഭൂരിപക്ഷമായിരുന്നാൽ ക്രിസ്ത്യൻ രാഷ്ട്രം, യഹൂദൻ ഭൂരിപക്ഷമായിരുന്നാൽ യഹൂദ രാഷ്ട്രമാകാൻ പാടില്ല. പിന്നെയോ തുലുക്കന്മാർ എവിടെയെങ്കിലും ഭൂരിപക്ഷമുണ്ടോ പിന്നെ ഞങ്ങൾ അങ്ങ് മതത്തിൽ ഞങ്ങളുടെ രാജ്യമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും ഞങ്ങള്. പിന്നെ ഞങ്ങൾ അങ്ങ് ഞങ്ങളുടെ ഖിലാഫത്ത് അങ്ങ് ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഇത് മുഴുവനും കാണിച്ചു തരുന്നത് എന്താണ്? ഇത് ക്രിസ്ത്യാനിക്ക് പിടിക്കത്തില്ല. ക്രിസ്ത്യാനിക്കുള്ള ക്രിസ്ത്യാനിയുണ്ട്. പെന്തക്കോസ് എന്ന് പറയുന്ന വൃത്തികെട്ട വർഗ്ഗങ്ങളെ കോളാമണ്ട അടിച്ചോടിക്കണം. പെന്തക്കോസ് എന്ന് പറയുന്ന വൃത്തികെട്ട വർഗ്ഗങ്ങൾ ഇന്ത്യക്കകത്ത് നിന്ന് ഈ വൃത്തികെട്ടവന്മാരെയാണ് അടിച്ചോടിക്കേണ്ടത്. ഒറ്റിക്കൊടുക്കുന്ന കൂതറകളെ വേറെ ആരെയും നിങ്ങൾ ചെയ്യേണ്ട. ബെന്തക്കോസ് എന്ന് പറയുന്ന ഒറ്റക്കൊടുക്കുന്ന കൂതറകളെ എന്ത് ചെയ്യണം? ഇന്ത്യക്കകത്ത് നിന്ന് കോളാമണ്ടം വിട്ട് അടിച്ചു ഓടിക്കണം. കൂട്ടിക്കൊടുപ്പുകാരന്മാരെക്കാളും കഷ്ടമായിരിക്കുക. കൂട്ടിക്കൊടുപ്പുകാരന്മാരെക്കാളും കഷ്ടമായിട്ട് ബോബൻ യോഹന്നാൻ എന്നാടാ വിവരം കിട്ടവനെ? നീ കമന്റ് ഇടുന്നെങ്കിൽ നല്ലപോലെ കമന്റ് ഇടും. നിനക്ക് എന്താ ഉദ്ദേശം എന്നുള്ളത് കമന്റിനകത്ത് വെളിപ്പെടുത്ത്. മനസ്സിലായോ? കമന്റുമായിട്ട് നീ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ 2 കാലും കൂടി വലിച്ചു കീറി ഞാൻ എന്ത് ചെയ്യും? പോസ്റ്ററിനകത്ത് അടിച്ചോടിക്കും. 2 കാലും കൂടി വലിച്ചു കീറി ഞാൻ പോസ്റ്റർ അടിച്ചോടിക്കും. നീ കമന്റുമായിട്ട് എൻ്റെ അടുത്ത് വേറെ കയറി വന്നു കഴിഞ്ഞാൽ കമന്റ് ഇടുന്നെങ്കിൽ നീ കാര്യമായിട്ട് എന്തെങ്കിലും കമന്റ് ഇട്.
മനസ്സിലാകുന്ന രീതി കമന്റ് ഇട്. മനസ്സിലായോ? ഊളക്കുണ്ടായവനെ. ബോബൻ യോഹന്നാൻ 2 കാലും കൂടി വലിച്ചു കീറി അടിച്ചു പോസ്റ്റിനടിഞ്ഞ അടിച്ചൊടിക്കും. എൻ്റെ അടുത്ത് കയറി വന്ന് കളിച്ചു കഴിഞ്ഞ ചേറ്റകളെ. ഈ നാട് പെന്തോകൾ എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാര്, ചെറ്റകൾ എന്ന് പറയുന്നവന്മാര്, ഈ പെന്തോകൾ എന്ന് പറയുന്നവന്മാരാണ് ഈ നാട് മുടിച്ച് കുട്ടിച്ചോറാക്കാൻ വേണ്ടി കൂട്ടുകുതിക്കുന്നത്. ഈ നശിച്ച വർഗം, ഈ ഇസ്ലാം മതത്തിന് വേണ്ടി ഇത്രയും മാത്രം പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കുന്ന, നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് അനിൽ കോഴിത്തീട്ടൊന്നൊരു ചെറ്റയുണ്ട്. അവൻ ഇരുന്നു കൊണ്ട് ചാനൽ ചർച്ചകളിലൂടെ ഇരുന്നിട്ട് അവൻ ഇസ്ലാം മതത്തിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവൻ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവനാണെന്ന്? അനിൽ കോഴിത്തീട്ടം എന്ന് പറയുന്ന തെണ്ടി, അവൻ പാച്ചറ്, പട്ടിഭോഗം നടത്തുന്ന ആ വൃത്തികെട്ടവൻ, അവൻ പട്ടിയെ ഭോഗിക്കുന്നവനാ. ആടുഭോഗത്തെ വെളുപ്പിക്കാൻ വന്നവനാ അനിൽ കോഴിത്തീട്ടം എന്ന് പറയുന്നവൻ. അവൻ ഇസ്ലാം മതത്തിന്റെ ആടുഭോഗത്തെ വെളുപ്പിക്കാൻ വന്നവൻ. ആടിന്റെ കൂടെ ശയിക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ വേണ്ടി വന്നവനാ ആ ചെറ്റയ്ക്കുണ്ടായ അനിൽ കോഴിത്തീട്ടം എന്ന് പറയുന്ന പാച്ചറ്. ആ കോഴിത്തീട്ടം പട്ടിയുമായിട്ട് ഭോഗിക്കുന്നു. അവന്റെ അമ്മയും ഭാര്യയും മോളും ഒക്കെ പട്ടിയുടെ കൂടെ കിടന്ന് ഭോഗിക്കുന്നത് കൊണ്ടാ അതിനത്ര സോക്കേട്. ഇവനൊക്കെ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് പോലെ ഇരുന്നു കൊണ്ട് വിമർശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ എന്തോ ആ പാച്ചർ അവൻ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ വേണ്ടി വന്നില്ല. അതും ഒരു അജണ്ടയാണ്, അതും ഒരു ഹിഡൻ അജണ്ടയാണ്. പണം മേടിച്ചുകൊണ്ട് ഇസ്ലാം സമൂഹത്തിന് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്ന ഹിഡൻ അജണ്ടയാണ്. നിങ്ങൾ വിചാരിക്കും അവന്മാരെന്ത് ചെയ്യും? ഈ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന തരത്തിൽ വിമർശിച്ചുകൊണ്ട് അവന്മാർക്ക് പണമാണ്, ചിക്കലിയാണ് വലുത്. അതുകൊണ്ടൊന്നും ജനത്തിന് സത്യം പിടികിട്ടുവോ? ജനത്തിന് വരാൻ പോകുന്ന ഭയാനകത മനസ്സിലാകും. അവൻ ഇസ്ലാം മതത്തെ വിമർശിച്ചാൽ അവനെന്ത് കിട്ടും? അവന് കിട്ടുന്നത് കുറച്ച് പണം കിട്ടും, പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കും. ദൈവവചനത്തെ ആഭാസപ്പെടുത്താനും ദൈവവചനത്തെ തിരിച്ചു പറയുവാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുക്കുകയാ. ബൈജു കരീം, ആദ്യം നീ ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞ് നീ ആദ്യം സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം തിരക്ക്. അത് ചോദിക്കാൻ നിനക്ക് ആണുമില്ല പെണ്ണും ഇല്ലാത്തൊരു പ്രൊഫൈൽ കമന്റ് വേണ്ടി വരുന്നല്ലോ. ഷിയാസ് ഖാന്, എന്താടാ ചിരിക്കുന്നത്? ഉമ്മ ഉടുതുണിയില്ലാതെ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുവാണ് 4 റൗണ്ട്. ഷിയാസ് ഖാന്റെ ഉമ്മ ഉടുതുണിയില്ലാതെ മുലയും തൂക്കി പിടിച്ചോണ്ട് മലപ്പുറത്തുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് നിനക്ക് ചിരി വരുന്നത്. ഓ ഉമ്മ ഈ ഉടുതുണിയില്ലാതെ ഓടുമ്പോ വേറെ എന്തെങ്കിലും പണി ഒപ്പിക്കുന്നുണ്ടോ? ഷിയാസ് ഖാനെ, അപ്പൊ ഓടി ചെല്ല് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് മലപ്പുറത്ത് ഉമ്മ ഉടുതുണിയില്ലാതെ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറവടി ഉമ്മ ഷിയാസ് ഖാന്റെ. അതുകൊണ്ട് അവന് ചിരി വരുക. നല്ല ഉമ്മയും മോനും. അതുകൊണ്ട് ചെല്ല് അവിടെ പോയി ചിരി നീ. അപ്പോൾ ഇവന്മാരെല്ലാം തന്നെ ഫേസ്ബുക്കുകൾ വഴിയാണെങ്കിലും ശരി ഈ പെന്തോ വർഗങ്ങളെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഈ പെന്തോ വർഗങ്ങളുടെ ലക്ഷ്യം, കഴിഞ്ഞ ദിവസം പോലും ഞാൻ പറഞ്ഞു, നരേന്ദ്രമോദി തോറ്റുപോണമെന്ന് പറഞ്ഞുകൊണ്ട്, നരേന്ദ്രമോദി ഭരണത്തിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെന്തോകൾ കൂട്ടപ്രാർത്ഥനകൾ നടത്തി, ഉപവാസ പ്രാർത്ഥനകൾ നടത്തി. ഈ പെന്തോകൾ ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് കോൺഗ്രസിന് ഒട്ടിട്ട് കൊടുത്തു നരേന്ദ്രമോദി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, ഇവന്മാർക്ക് നരേന്ദ്രമോദി വന്നാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ചിക്കിലി, പണം, കാസ്, പണം, തുട്ട്, മണി, കാസ്, പണം, തുട്ട്, മണി എന്ന് പറയുന്ന സാധനം ഇവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അണ്ടകടാകടങ്ങളിൽ ഒളിപ്പിക്കാൻ പറ്റത്തില്ല. FCR അക്കൗണ്ട് വഴിക്ക് ഹിന്ദുവിനെ കാണിച്ചു കൊടുത്തിട്ടാണല്ലോ മതം മാറ്റി ഇവന്മാരെന്ത് ചെയ്തത്? ഇന്ന് അവിടെയും ഇവിടെയും ചർച്ചകളും അതും KP യോഹന്നാൻ ഈ ഇസ്ലാം മതം തീവ്രവാദത്തിന് വേണ്ടിയിട്ടാണ് മതം പണം കൊണ്ടുവരുന്നത്. ഇസ്ലാം മതം തീവ്രവാദത്തിന് വേണ്ടിയിട്ടും അവന്റെ മതം വളർത്താൻ വേണ്ടിയിട്ടുമാണ് അവൻ പണം കൊണ്ടുവരുന്നത്. അവന്റെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ അടുത്ത ഇസ്ലാം വളരും. അവന് തൊട്ടടുത്തിരിക്കുന്ന, ഇന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, ഇന്ന് ഉള്ളിക്കച്ചവടം ചെയ്തിട്ടിരിക്കുന്നവൻ 4 നില ബിൽഡിംഗ് ഉള്ളവനായിട്ടും ഒരു കടയിട്ടവനായിട്ടും അവൻ മാറും. അവന്മാർ ജിഹാദിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ജിഹാദ് എന്ന് പറയുന്നത് പണത്തിനകത്തൊരു ജിഹാദുണ്ട്. ഈ പണത്തിലൂടെ ജിഹാദ് ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് സമ്പന്നന്മാരായിട്ട് ഇസ്ലാം മതം മാറിക്കഴിഞ്ഞാൽ, ഇസ്ലാം സമൂഹം മാറിക്കഴിഞ്ഞാൽ, ആ സമ്പന്ന മതത്തിന്റെ കീഴിൽ സമ്പന്നന്മാരായിട്ട് അവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അവന്റെ കാൽ കീഴിൽ അടിമയ്ക്ക് പണിയെടുക്കാൻ പോണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനാണ് ആ രാജ്യത്തിന്റെ രാജാവും നേതാവുമായി മാറുന്നത്. ഇതൊരു ജിഹാദാണ്.
ഇതിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം പണം ഇറക്കുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ഫണ്ട് ഇറക്കുന്നത്. അതുകൊണ്ട് അവന്റെ കൂട്ടത്തിലുള്ള ഒരുത്തിന് എന്ത് ചെയ്യും, അവൻ കൈ പിടിച്ച് അവൻ എന്തെങ്കിലും വഴിയിൽ അവൻ എന്ത് ചെയ്യും, കുറേശ്ശെ ലെവലിലാക്കും. ക്രിസ്ത്യാനിയോട് പറഞ്ഞു കൊടുത്തു കർത്താവ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന് പറഞ്ഞാലും പിച്ചച്ചട്ടിക്കകത്ത് നിന്ന് കൈയിട്ട് വാരുന്ന തെണ്ടികളായിട്ട് മാറിയിരിക്കുകയാണ് പാച്ചർ എന്ന് പറയുന്ന തീട്ടം തിണ്ടികള്. ഇവനൊക്കെ നിനക്കൊക്കെ കൈക്കും കാലിനും ആരോഗ്യം ഉണ്ടായിട്ടും നിനക്കൊക്കെ പണിയെടുക്കാൻ വയ്യില്ലെങ്കിൽ പോയി തീട്ടം വാരി തിന്നിനടാ ചെറ്റകളെ. നിന്റെ ഭാര്യയ്ക്ക് അടിവസ്ത്രം വാങ്ങിക്കണമെങ്കിലും നിന്റെ മകൾക്ക് അടിവസ്ത്രം ഇട്ടുകൊണ്ട് അവക്ക് ബാംഗ്ലൂരിലും മറ്റു രാജ്യങ്ങളിലും പോയി അവക്ക് പഠിച്ച് സുഖിച്ച് അവക്ക് പൊളച്ച് വല്ലവനും കൂടെ കിടന്ന് ഓടി രസിക്കുന്നതിനൊക്കെ വെല്ലപ്പെട്ട പാവപ്പെട്ടവനും പിച്ചച്ചട്ടിക്കകത്തിട്ട് കൈയിട്ട് വാരിയിട്ട് ഇവന്മാര് പോറ്റിപ്പുലർന്ന് തീട്ടം തിന്നികള് പാച്ചറുമാര്. അപ്പോൾ ഈ വിവരങ്ങൾ വൃത്തികെട്ടവന്മാര് അടുത്തവന്റെ പിച്ചച്ചട്ടിക്കകത്തുനിന്നും പണം കൈയിട്ട് വാരിയിട്ടാണെങ്കിലും ഇവന്മാര് പണം ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെയാ ക്രിസ്ത്യാനികളെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് FCRനെ കണ്ണുങ്ങട്ടിരിക്കുക. മോദിയെ എങ്ങനെയെങ്കിലും തള്ളിയിട്ടിട്ട് വേണം കൊങ്ങികളെ കൊണ്ടുവന്നിട്ട് ഇവന്മാർക്ക് പണം എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. നാട് നശിച്ചു പോകട്ടെ, വിശ്വാസികൾ എങ്ങോട്ടെങ്കിലും പോകട്ടെ, ക്രിസ്ത്യാനിയെ വല്ലവനും എടുത്തോണ്ട് പോട്ടെ. സ്വന്തം മോളെയും അമ്മയും കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്തവന്മാരാണ് വാച്ചർമാര്. നിങ്ങൾ ആരെങ്കിലും ഒരു വാച്ചറിനോട് ചോദിച്ചു നോക്ക്, എടാ നിന്റെ അമ്മയെ ഒരുത്തം ബലാത്സംഗം ചെയ്യാൻ വന്നാലോ, ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചു നോക്ക്. പാച്ചർ എന്ന് പറയുന്ന ഹല്ലേലൂയ ചോത്രം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയോട് നീ ചോദിച്ചു നോക്ക്, എടാ നിന്റെ അമ്മയെ ഒരുത്തൻ ബലാത്സംഗം ചെയ്യാൻ വന്നാലോ, നിന്റെ ഭാര്യയെ ഒരുത്തൻ ബലാത്സംഗം ചെയ്യാൻ വന്നാലോ, നിന്റെ മകളെ ഒരുത്തൻ കയറി പീഡിപ്പിക്കാൻ വേണ്ടി വന്നാലോ നീ എന്താ ചെയ്യുമടാ എന്ന് അവനോട് ചോദിച്ചു നോക്ക്. ഊളകൾ മറുപടി പറയും. എന്താണെന്നറിയാമോ? എന്ത് ചെയ്യാനോ, ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം അതിനൊന്നും അനുവദിക്കത്തില്ല. പിന്നെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കൈക്കും കാലിനും ആരോഗ്യം നിന്നിട്ട് കർത്താവ് വേണം ഇറങ്ങി വന്ന് നിന്റെ ഭാര്യയും മക്കളെ രക്ഷിക്കാനായിട്ട്. ഇന്ന് ഭൂമിയിൽ ഉത്തരവാദിത്തമുള്ള മനുഷ്യനായിട്ട് നീ ഭൂമിയിൽ ജീവിക്കേണ്ട നിന്റെ ഉത്തരവാദിത്തക്കേടിന് വിരോധമായിട്ട് നീ ജീവിക്കും. പിന്നെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ അങ്ങ് രക്ഷിച്ചങ്ങ് തലയിൽ കൊണ്ടുപോയി അങ്ങ് ഇരുത്തുവല്ലേ ഊളകളെ. അവനോട് ചോദിച്ചു നോക്ക്. അപ്പൊ അവൻ പറയും കൃപ ഒന്നേ ഹാലേലൂയ. അവൻ പാടും. കർത്താവ് പറഞ്ഞല്ലോ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ, വലത് കണ്ണത്തടിക്കുന്നവന് ഇടത് കണ്ണം കൂടി കാണിച്ചു കൊടുക്കാൻ കർത്താവ് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് പിന്നെ എന്നാണ് അവിടെ ഊളകളെ. അപ്പൊ നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ അണ്ണാക്കിനകത്തോട് കുത്തി തിന്നാനുള്ള പണവും നിനക്ക് ദൈവത്തോട് ചോദിച്ചുകൂടാടാ ഊളകളെ. എന്തിനാണ് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിട്ട് വാരുന്ന കൈയിട്ട് വാരുന്ന? അങ്ങനെയാണെങ്കിൽ നിനക്ക് എല്ലാം ദൈവം ചെയ്തു തരുമെന്നുണ്ടെങ്കിൽ, നിന്നെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുണ്ടെങ്കിൽ നീ പോയിട്ട് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിക്കകത്ത് കൈയിട്ട് വാരിയിട്ട് തിന്നേണ്ട ഗതികേട് നിനക്ക് എന്തിനാ വരുന്നത്? അതിനും നീ ദൈവത്തോട് അങ്ങ് ചോദിച്ച് നിന്റെ അണ്ണാക്കിനകത്തോട് പിടിവെട്ടിക്കെട്ടി തിന്നൂടെ? അത് നിനക്ക് ചെയ്യാൻ വയ്യല്ലോ. അതിന് നിനക്ക് നാട്ടുകാരുടെ പണം വേണം അല്ലേ? അതിന് നിനക്ക് പിച്ച എടുക്കണം. അമ്മ തായേ പസിക്കതേ എനിക്ക് പിച്ചയിടേ, എന്റെ പിച്ചയിടേ, എനിക്ക് പിച്ചയിടേ എന്ന് പറഞ്ഞ് നിനക്ക് തെണ്ടണം. കർത്താവ് നിന്നെ രോഗസൗഖ്യമാക്കും, നിന്നെ അത്ഭുത വിടുതൽ തരും. ആര് തരും? ഇവിടെ ഹിന്ദുക്കളെ നിന്നെയൊക്കെ പറ്റിക്കുകയാടാ ഈ ഊളകള്. ഇനിയെങ്കിലും മനസ്സിലാക്കിയ ഹിന്ദുക്കളെ, ഇവിടെ രോഗസൗഖ്യമുണ്ട്, കർത്താവിന്റെ അത്ഭുത സൗഖ്യവും വിടുതലും എന്ന് പറഞ്ഞ് നിന്നെയൊക്കെ വിളിച്ച് ഇവന്മാര് കൊണ്ടുവന്നിട്ട് ഇവന്മാര് ബക്കറ്റുകൾ കൊണ്ടുവന്ന് പിരിക്കാൻ വേണ്ടി നടക്കുകയാണ്. അല്ലാതെ ഈ ഹിന്ദുക്കളെ വെച്ചിട്ടാണ് ഇവന്മാർക്ക് FCR അക്കൗണ്ട് വഴിക്ക് പണം വരുന്നത്. അല്ലാതെ എവിടെയാ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗത്തിന് പണം? ക്രിസ്ത്യാനിക്ക് കാണിച്ചു കൊടുക്കാൻ കുറെ പാവപ്പെട്ട ഹിന്ദുക്കളുണ്ടല്ലോ, കുറെ പാവപ്പെട്ട ക്രിസ്ത്യാനികളുണ്ടല്ലോ. എന്നിട്ട് പറയും ഞങ്ങളെ സംഘപരിവാർ ജീവിക്കാൻ വിടുന്നില്ല പോലെ, ഞങ്ങളെ സംഘപരിവാർ അവിടെ ഇട്ടടിക്കുന്നു, ഇവിടെ ഇട്ടടിക്കുന്നു, ഞങ്ങളെ നോർത്ത് ഇന്ത്യകളിൽ പീഡിപ്പിക്കുന്ന ഊളകളെ. ഇവിടെ നാണം കെട്ടവന്മാരെ. വീട്ടാന്തോറും കയറി ഇറങ്ങി ഹിന്ദുക്കളെ മുഴുവനെയും നീയൊക്കെ മതം മാറ്റി നിന്റെ മതത്തിൽ കൊണ്ടുവന്നിട്ട് ആർക്കാടാ നീ പ്രയോജനം ചെയ്ത? നീ അവിടെ കൈപ്പിച്ചട്ടിന്ന് വാരുകയല്ലേ ചെയ്യുന്നത്? അവൻ അങ്ങോട്ട് കൊടുക്കുകയാണോ നീ ചെയ്യുന്നേ? നീ അങ്ങോട്ട് അവന് കൊടുക്കുന്ന വല്ലതും ഉണ്ടോ? നീ അങ്ങോട്ട് കൊടുക്കുന്നില്ല. നീ അവന്റെ പിച്ചച്ചട്ടിന്ന് കൈവിട്ട് വരിക. സാധാരണ പൊതുവെ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, പണം കൊടുത്ത് മതപരിവർത്തനം വരുത്തി എന്ന് പറഞ്ഞിട്ട്. പണമൊന്നും കൊടുത്ത് ഇവന്മാര് മതപരിവർത്തനമൊന്നും നടത്തുന്നില്ല. ഇവന്മാര് കൊടുക്കുന്നത് മുഴുവനും ബ്രെയിൻ വാഷാണ്. കർത്താവ് നിങ്ങളെ വിടുവിക്കും, അനുഗ്രഹിക്കും, നിങ്ങളുടെ കഷ്ടം മാറും, കടം മാറും, ഭാരം മാറും, രോഗം മാറും. ഏതെങ്കിലും ദൈവത്തോട് പോയി പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ കാത്തിരിക്കുന്നവന് ഇതും ഒരു പരിഹാര മാർഗമാണെങ്കിൽ ഇതും കണ്ടെത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്നതാ. ഇവന്മാരുടെ ഊള വാഗ്ദാനവും കേട്ടിട്ട് പാവപ്പെട്ട ജനം ഇതിനു വേണ്ടി വരുന്നതാ. പാവപ്പെട്ട ജനം എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമല്ലോ, എങ്ങനെയെങ്കിലും ഒരു പിടിച്ചു കയറാൻ ഒരു അവസ്ഥ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ഈ വഴിയും പരീക്ഷിക്കും. അങ്ങനെയാ ഇവന്മാരുടെ ഇടയിൽ വന്ന് പെട്ടുപോകുന്നത് ഈ ജനം. ഇവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണു പോകുന്നത്. അത് കഴിയുമ്പോഴല്ലേ അറിയുന്നത് ഇതൊരു
ട്രാപ്പായി മാറിയെന്നും പിന്നീട് ഇവന്മാരുടെ കയ്യിൽ നിന്നാണ് ദശാംശവും സ്തോത്രക്കാഴ്ചയും അടിച്ചു മാറ്റുന്നതെന്നുള്ളതും പിന്നീടാണല്ലോ ആ പാവത്തങ്ങൾ അറിയുന്നത്. അല്ലാതെ ആരറിയുക? എന്നിട്ട് ഇവന്മാര് അല്ലേലുയ്യ ചോത്രം ചോത്രം സ്വർഗത്തിൽ പോകും. ഇതൊക്കെ റീന പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ സഭയ്ക്കകത്ത് വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുന്ന തലച്ചോറില്ലാതെ പൊട്ടന്മാരാക്കി വെച്ചിരിക്കുക. എടാ ക്രിസ്ത്യാനിയെ, നീയൊക്കെ തലച്ചോറെങ്കിലും ഉണരടാ. നിന്നോടൊക്കെ പറയുന്നതെങ്കിലും കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാനെങ്കിലും പടിയിട. റീന പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് നിന്നോടൊക്കെ ഇവന്മാര് പറഞ്ഞു തരും. അയ്യോ എന്തുവാ റീന പിശാചിന്റെ ആത്മാവ് തെറി പറയുന്നത് കേട്ടില്ലേ? ഇതാണ് ഇവരുടെ. നമ്മളെല്ലാം ഊളത്തരവും കാണിക്കും, നമ്മളെല്ലാം തെമ്മാടിത്തരവും കാണിക്കും. എന്നോട് തെറിക്ക് ആയുധവുമായിട്ട് വരുന്നവനെ തിരിച്ച് ഞാൻ തെറിയിൽ മറുപടി കൊടുക്കും. അതെന്റെ ആയുധമാ, എന്റെ ആയുധം. അത് എന്റെ സ്വഭാവവുമല്ല, എന്റെ ജീവിതവുമല്ല. അത് ദൈവത്തിനറിയാം. മനുഷ്യരെ ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. റീനയുടെ സ്വഭാവത്തെയും റീനയുടെ ചാരിതാർത്ഥ്യത്തെയും റീന ആരെന്നും ദൈവത്തോട് ഞാൻ മറുപടി കൊടുത്താൽ മതി. എനിക്ക് നാട്ടുകാരെ ബോധിപ്പിച്ച് നീ ജീവിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നിന്റെ ഊള സർട്ടിഫിക്കറ്റ് ഇവിടെ എനിക്ക് എന്തിനാടാ? നിന്റെ ഊള സർട്ടിഫിക്കറ്റ് ഇവിടെ എനിക്ക് എന്തിനാ? നാട് നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകുന്ന സമയത്തും മനുഷ്യരെ ഓർത്ത് അല്പം പോലും ദയയും കരുണയും ഇല്ലാത്തവന്മാര്, മനുഷ്യർ ആപത്തിലേക്ക് പോകുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കാൻ മനസ്സില്ലാത്തവന്മാര്, നിന്നോടെല്ലാം ദൈവം ന്യായവിധി ദിവസത്തിൽ എണ്ണീറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ ദുഷ്ടനോട് ചെന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ ചെന്ന് അവനോട് പറഞ്ഞിട്ടും അവൻ മനസ്സ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവന്റെ അകൃത്യത്തിൽ മരിക്കും. പക്ഷേ നീയോ നിന്റെ രക്തത്തെ ജീവനെ നേടിക്കൊള്ളുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ ജീവനെ നേടാൻ വേണ്ടിയിട്ടാടാ ഞാൻ വന്ന് കിടന്ന് ഈ രാവും പകലും കിടന്ന് കുരയ്ക്കുന്നത്. എനിക്ക് ദൈവസന്നിധിയിൽ ന്യായവിധിയുടെ മുമ്പിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പറയാൻ 100 കണക്കുണ്ട്. കർത്താവെ, ഞാൻ രാവും പകലും കിടന്ന് അലർച്ചു. എല്ലാ ദിവസവും വന്ന് കിടന്ന് ഞാൻ ഇവന്മാരോട് അലവിക്കൂവി പറഞ്ഞു, ഈ സത്യങ്ങളൊന്ന് ഉണർന്ന് ജാഗരിക്ക്. വിശ്വാസം എന്ന് പറയുന്നത്, ദൈവഭക്തി എന്ന് പറയുന്നത് മനുഷ്യർ കിണ്ടിക്കണ്ണങ്ങളുടെ പുറംവിടപ്പാക്കിക്കൊണ്ട് നടക്കുന്ന ഒന്നല്ല. അത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളും ദൈവവുമായുള്ള റിലേഷൻഷിപ്പിനകത്ത് കാണുന്ന ഒന്നാണ്. വിശ്വാസം എന്ന് പറയുന്നതും ദൈവഭക്തി എന്ന് പറയുന്നതും ദൈവത്തോടുള്ള ഇന്റിമസി എന്ന് പറയുന്നതും ഈ ഭൂമിയിൽ കൂട്ടിക്കെട്ടി നിങ്ങൾ ജീവിക്കാനുള്ള ഒന്നല്ല. ഭൂമിയിൽ നിങ്ങൾ മനുഷ്യനായി ബുദ്ധിയുള്ളവനായി ജീവിക്കണം. ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മക്കൾക്ക് വെളിച്ചത്തിന്റെ മക്കളെക്കാളും ബുദ്ധിമാന്മാരല്ലോ എന്ന ദൈവവചനം പറയുന്നത്. അപ്പോൾ വെളിച്ചത്തിന്റെ മക്കളെക്കാളും ലോകത്തിന്റെ മക്കൾ ബുദ്ധിമാന്മാരായിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ദൈവത്തിന്റെ മക്കൾ ആരെങ്കിലും ബുദ്ധിയുള്ളവരുണ്ടോ കാര്യഗൗരവമുള്ളവരുണ്ടോ എന്ന് ദൈവം തിരക്കിക്കൊണ്ടിരിക്കുകയാ. നിന്നെയൊക്കെ അങ്ങനെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവം. അതുകൊണ്ടാ ദൈവം മനുഷ്യരെ നോക്കുന്നത്. എന്നെ ഭക്തനായിരുന്നു കൊണ്ട് എന്നോട് അല്ലേലൂയ്യ ചാത്രം എന്ന് പാടുന്ന ഭക്തനുണ്ടോ എന്നല്ല ദൈവം തിരക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നാ തിരക്കുന്നത്. ആ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാന്റെ ഒരു സ്വഭാവമുണ്ട്. അവൻ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവനും പ്രാവിനെ പോലെ നിഷ്കളങ്കനുമായിരിക്കും. അവന്റെ പ്രാവിന്റെ നിഷ്കളങ്കത എന്ന് പറയുന്നത് അത് അവന്റെ വ്യക്തി ജീവിതത്തിനകത്തുള്ളതാ. നാട്ടുകാരെ കാണിച്ച് ഞാൻ ഭക്തനാന്ന് കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റിനുള്ളതല്ല. അവന്റെ നിഷ്കളത എന്ന് പറയുന്നത് അവന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അവനുമായിട്ട് വ്യക്തിപരമായി ഇടപഴകുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ പ്രാവിന്റെ നിഷ്കളങ്കതയുള്ളവനാണോ അല്ലയോ എന്നുള്ളത്. അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ അവന്റെ വ്യക്തിപരമായി ഇടപഴകുന്നതിന്റെ മുഴുവനും അവൻ ആരായിരിക്കും? എന്ന് കടിച്ചു കീറുന്ന പാമ്പായിരിക്കും. എന്നിട്ട് അവൻ നാട്ടുകാരുടെ മുമ്പിൽ ശ്രോത്രം സഹോദര ദൈവം അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞുള്ള ആക്ഷൻ ഷോ ആയിരിക്കും. ഇതായിരിക്കും കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെയുള്ളവരല്ല നിങ്ങൾ ആരാണെന്ന് നിങ്ങളോട് വ്യക്തിപരമായി ഇടപഴകുന്നവൻ മനസ്സിലാക്കും നിങ്ങൾ പ്രാവിന്റെ നിഷ്കളങ്കതയുള്ളവരാണോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ നിഷ്കളങ്കത പൂശാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ നിഷ്കളങ്കതയുടെ വേഷം കെട്ടലും കൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ പോകാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അവസാനം പാമ്പ് വന്ന് നിന്റെ പെടതിക്ക് വന്ന് പിടിച്ചെടുത്തുകൊണ്ട് നിന്നെ കൊണ്ടങ്ങ് പോയിക്കൊളയും. അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ നിഷ്കളങ്കത നീയും ദൈവവും നിന്നോട് സംസാരിക്കുന്നവരും നിന്നോട് വ്യക്തിപരമായി ഇടപഴകുന്നവരും കണ്ടാൽ മതി. നീ നാട്ടുകാരുടെ മുമ്പിൽ ഷോ അടിക്കാൻ പോകണ്ട നിന്റെ നിഷ്കളങ്കതയെ. പക്ഷെ നിന്റെ പാമ്പിന്റെ ബുദ്ധിയെ അവിടെ പ്രയോജനപ്പെടുത്ത്. പാമ്പിന്റെ ഈ കാലഘട്ടത്തിൽ നിനക്ക് ജീവിക്കണമോ? നീ പാമ്പിന്റെ ബുദ്ധിയുള്ളവനായിരിക്കണം.
പാമ്പിന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ബുദ്ധി നിനക്ക് വേണം. അത്യാവശ്യം ഇല്ലെങ്കിൽ നീ നിലനിന്ന് പോകത്തില്ല, നീ നശിച്ചു പോകും. ഈ ലോകത്തിന്റെ ബുദ്ധി, ലോകം എങ്ങനെയാണ് പോകുന്നത്? ലോകം പൈശാചികതയിലേക്ക് പോകുകയാണ്. ലോകം മരണത്തിലേക്ക് നീങ്ങി പോകുകയാണ്. ലോകം ആപത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ വിഴുങ്ങാൻ പോകുന്നത് ഒരു മഹാസർപ്പമാണ്. ഈ മഹാസർപ്പത്തിന്റെ മുമ്പിൽ നീ വിഴുങ്ങിക്കൊടുക്കരുത്. ആ മഹാസർപ്പത്തിന്റെ തലക്കടിക്കാനുള്ള ബുദ്ധി നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ മഹാസർപ്പം നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവനെ തിരിഞ്ഞ് തലക്കടിക്കാനുള്ള ബുദ്ധി നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിന് ദൈവം നിനക്കുള്ള ബലം തരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ബുദ്ധി കണ്ടിട്ടാ. അല്ലാതെ മന്ദബുദ്ധികൾക്ക് അതിനുള്ള ബലം ദൈവം കൊടുക്കത്തില്ല. രാജീവ് ഗോവിന്ദൻ, കർത്താവിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ പിശാച് ഒരു മനുഷ്യനിലും പ്രവേശിക്കും, അവനാണ് ഇമാം മഹദി. എന്റെ പൊന്നു സഹോദര രാജീവ് ഗോവിന്ദൻ, കർത്താവിന്റെ സഭ ഇപ്പോഴൊന്നും ഭൂമിയിൽ നിന്നും മാറ്റപ്പെടാൻ പോകുന്നില്ല. നിങ്ങളെ പൊട്ടൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാ. 7 വർഷത്തെ മഹോദ്രവകാലം കഴിഞ്ഞിട്ട് ഈ സാത്താൻ ഈ ഭൂമിയെ ഭരിച്ചതിനൊക്കെ ശേഷം തന്നെയാണ് കർത്താവ് വന്ന് തന്റെ സഭയെ കൊണ്ടുപോകാനൊക്കെ പോകുന്നത്. ഈ കർത്താവിന്റെ സഭ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പെന്തക്കോസുകാർ മുഴുവൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പെന്തക്കോസുകാരുടെ സഭയെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞാൽ പെന്തക്കോസുകാരുടെ സഭയൊന്നുമല്ല. കർത്താവിന്റെ സഭ എന്ന് പറയുന്ന ദൈവം തന്റെ പുസ്തകത്തിനകത്ത് പേരെഴുതി ചേർക്കപ്പെട്ടവരെയാണ് കർത്താവിന്റെ സഭ എന്ന് പറയുന്നത്. അതൊരു പെന്തക്കോസിൽ പോയി ഉണ്ടാക്കിയെടുക്കുന്ന ലേബലല്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കലുകളൊക്കെ എടുത്തു മാറ്റ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ നിങ്ങൾ എടുത്ത് കളാ. കർത്താവിന്റെ സഭ എന്ന് പറയുമ്പോഴത്തേക്കും ഇമാം മഹദി, കർത്താവിന്റെ സഭ എടുത്തു കഴിയുമ്പോഴത്തേക്കും പിശാച് ഒരു മനുഷ്യനെ പ്രവേശിക്കുമെന്ന്. എന്റെ പൊന്നു സഹോദരൻ, കർത്താവിന്റെ സഭയൊന്നും എടുത്തു. ഇതാണ് നിങ്ങൾ ഊളകളായി പോകുന്നതിന്റെ പിന്നിലെ കാരണം. നിങ്ങൾ ഊളകളായി പോകുന്നതിന്റെ പിന്നിലെ കാരണം കർത്താവ് തന്റെ സഭ എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇമാം മഹദി വരും, ഒരുത്തലിലേക്ക് പ്രവേശിക്കും, പിശാച് വരും എന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ സഭ അവസാനമേ പോകത്തുള്ളൂ. കഷ്ടതയിലൂടെ കടന്നുപോയതിനു ശേഷം അതിൽ കൊള്ളാകുന്നവനെ പരീക്ഷിച്ചതിന് ശേഷം കർത്താവ് കൊണ്ടുപോകുന്നവനാ കർത്താവിന്റെ സഭയിലുള്ളവൻ. അല്ലാതെ കർത്താവ് തന്റെ സഭയെ അങ്ങ് പൊക്കിയെടുത്തിട്ട് മക്കളെ ഒന്നും സംഭവിക്കും, ഞാൻ നിങ്ങളെ സൂക്ഷിച്ചോളാം, ഇനി വന്നോ എന്റെ തോളത്തൊക്കെ ഇരുന്നോളം എന്ന് പറഞ്ഞിട്ട് കർത്താവ് എടുത്തോണ്ട് പോകത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് കർത്താവ് തന്റെ സഭയെ എടുത്തുകൊണ്ട് പോകും, കർത്താവ് തന്റെ സഭയെ കൊണ്ടുപോകും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെല്ലാം ഇതാണ് ക്രിസ്ത്യാനി തകർന്നു പോകുന്നതിന്റെ പിന്നെ കാരണം. ക്രിസ്ത്യാനി വിചാരിക്കുകയാണ് നമുക്കൊരു കുഴപ്പവുമില്ലല്ലോ, കർത്താവ് തന്റെ സഭയെ എടുത്തുകൊണ്ട് പോയതിനു ശേഷമൊക്കെയാണല്ലോ നമ്മളിവിടെ കഷ്ടത, ഇവിടെയുള്ള ഭൂമിയിലുള്ള മനുഷ്യർക്കാണല്ലോ കഷ്ടത, നമുക്കൊന്നും കഷ്ടതയില്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. എല്ലാം സഹിച്ചു നിൽക്കുന്നവനാണ് ദൈവത്തിന്റെ സഭ. സകലവും സഹിച്ചു നിൽക്കുന്നവനാണ് ദൈവത്തിന്റെ സഭ. ഇനിയെങ്കിലും മനസ്സിലാക്ക്. പെന്തോകളുടെ ഗ്രൂപ്പിൽ പോയി സംസാരിക്കുക. ഈ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? പെന്തോകളുടെ ഗ്രൂപ്പിലാണ് ഇത് പറയേണ്ടത്. മനസ്സിലായോ? സകലവും സഹിച്ചു നിൽക്കുന്നവനാണ് മനുഷ്യൻ. സകലവും സഹിച്ചു നിൽക്കണം. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് സകല കഷ്ടതയിലൂടെയും കടന്നു പോകണം. അവസാനം വരെയും സഹിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് വചനം പറയുന്നത്. അവസാനം വരെയും സഹിച്ചു നിൽക്കുന്നവനാണ് ഭാഗ്യവാൻ. പെന്തക്കോളെ ക്രിസ്ത്യാനികളെ ചതിച്ചു കളഞ്ഞത് പാസ്റ്റർമാരാണ്. നിങ്ങൾ ഡിസീവ് ചെയ്തു. പിശാച് നിങ്ങളെ ഡിസീവ് ചെയ്തിട്ടിരിക്കുകയാണ്. ചതിയനാണ് പിശാച്. അവൻ ചതിച്ച ഒരു ചതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. അവൻ ചതിച്ചു തന്ന ചതിയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പഠിപ്പിക്കല്. സഭയെ എടുത്തോണ്ട് പോയതിനു ശേഷമാണ് എതിർ ക്രിസ്തു വരുന്നതെന്ന് പറഞ്ഞിട്ടല്ല. എതിർ ക്രിസ്തു വരുന്ന സമയത്തും സഭ ഇവിടെയുണ്ട്. സഭ എന്ന് പറയുമ്പോൾ പെന്തക്കോസ് അല്ല, AG അല്ല, IPC അല്ല, ഓർത്തഡോക്സ് അല്ല, കത്തോലിക്ക അല്ല, യാക്കോബറ്റ് അല്ല, ഇതൊന്നുമല്ല സഭ എന്ന് പറയുന്നത്. ഞാൻ ഇസ്രായേലിലായിരിക്കുമ്പോൾ, നിങ്ങൾ ഇന്ത്യയിലായിരിക്കുമ്പോൾ, ഏതെങ്കിലും സ്ഥലത്ത്, ഏതെങ്കിലും രാജ്യത്ത്, ഏതെങ്കിലും ഒരു വിശ്വാസി ദൈവവുമായുള്ള ബന്ധത്തിൽ കർത്താവിന്റെ സഭയായി അവൻ അംഗത്വം പ്രാപിച്ചാൽ, ദൈവത്തിന്റെ അടയാളമായ ശബത്ത് എന്ന മുദ്രയേറ്റവൻ മാത്രമേ സഭയിൽ ഉള്ളൂ. അല്ല നിങ്ങൾ ഞായറാഴ്ച പോയിരുന്നിട്ട് ഹല്ലേലൂയ സ്വോത്രം സ്വന്തം സൺഡേ ആരാധന പോലും സാത്താനികമാണെന്ന് ഇനിയും മനസ്സിലാക്കാത്ത പൊട്ടജാതിയെ. സൺഡേ വർഷിപ്പ് പോലും സാത്താനിക വർഷിപ്പാണ്. നീ സൺഡേയിൽ പോയി ആരാധിക്കുമ്പോൾ പോലും നീ സാത്താനെയാണെന്ന് പോലും നീ ആരാധിക്കുന്നതെന്ന് പോലും നീ മനസ്സിലാക്കുന്നില്ലല്ലോ. നിങ്ങളോടൊക്കെ എങ്ങനെ ഞാൻ പറഞ്ഞു തരും ഈ അന്ത്യകാലഘട്ടത്തിൽ? ഞാൻ പറയേണ്ടത് ആവോളം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോട് ആവോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൺഡേ വർഷിപ്പ് നടത്തുന്നവന്മാരും സൺഡേ അവരാണ് ഡിസീവ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ.
ഈ ജനത്തെ ഡിസീവ് ചെയ്തതും നിങ്ങളെ ചതിച്ചു കളഞ്ഞതും നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞതും സൺഡേ വർഷിപ്പിലൂടെയാണ് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ആപത്തെന്ന് പറയുന്നത് ഈ സൺഡേ വർഷിപ്പിനകത്ത് പോയി കിടന്ന് അവരെ ആരാധിക്കുന്നത് ആരെയാണെന്ന് പോലും അറിയാതെ അവരെ ആരാധിക്കുന്നത്. കത്തോലിക്ക സഭ നോക്കിയേ, അവരൊരു അളരിക്ക എന്ന് പറഞ്ഞൊരു സാധനം പൊക്കി പിടിക്കും ഇങ്ങനെ, കർത്താവിന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ആക്ച്വലി കർത്താവിന്റെ ശരീരത്തിന്റെ പേരിൽ ക്രിസ്ത്യാനിയെ വഞ്ചിക്കുകയാണ് ഈ വഞ്ചകന്മാര്. അതിനകത്ത് നടുക്ക് മുഴുവനും ഒരു വെള്ളക്കളറും ചുറ്റും സൂര്യന്റെ കിരണങ്ങളുമാണ് അതിന്റെ ഇതെന്ന് പറയുന്നത് തന്നെ, സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ. ഒരു സൂര്യദേവനെ നമസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ സൂര്യനെ ഉയർത്തി കാണിക്കുന്നതിന്റെ ഒരു സിമ്പലാണത്. ക്രിസ്ത്യാനി ഇതറിയാതെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പിൽ കുമ്പിടുകയാണ്, നിങ്ങൾ നമസ്കരിപ്പിക്കുകയാണ്. അങ്ങനെ സൂര്യ നമസ്കാരമാണ് ക്രിസ്ത്യാനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്കൻ കോൺസ്റ്റന്റ് ചക്രവർത്തിക്ക് നുഴഞ്ഞു കയറിയിട്ട് അവൻ ചെയ്ത ഒരു വലിയൊരു ചതിയിലാണ് ഈ ജനം പോയി എന്ത് ചെയ്തത്, ആപത്തിലേക്ക് ചെന്ന് പെട്ടുകൊടുത്തത്. അങ്ങനെ കോൺസ്റ്റന്റ് ചക്രവർത്തിയിലൂടെ ഈ ജനം മുഴുവനും എന്ത് ചെയ്തു, ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ കൺവേർട്ടായിട്ട് കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു സഭയുണ്ടായി. പിന്നീട് സംഭവിച്ചത് മുഴുവനും ഈ കത്തോലിക്ക സഭയിൽ നിന്നും കൺവേർട്ടായിട്ടാണ് പിന്നെ പെന്തക്കോസ് സഭയും. പെന്തക്കോസ് സഭയിലും ചാൾസ് പെർഹാം ഉണ്ടാക്കിയതാണ്. അത് ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ല. കുറച്ച് ദൈവവചനത്തിന്റെ എന്ത് പറയുന്ന ഇത് മാത്രം കടമെടുത്തു എന്നേ ഉള്ളൂ. ദൈവവചനത്തിന്റെ കുറച്ച് ഉപദേശങ്ങൾ കടമെടുത്തു. പെന്തക്കോസുകാര് ഈ മാർട്ടിൻ ലൂതർ ദൈവവചനത്തിന്റെ കുറച്ച് ഉപദേശങ്ങൾ കടമെടുത്ത് പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടാക്കിയതുപോലെ യഹോവ സാക്ഷികൾ ദൈവവചനത്തിന്റെ കുറച്ച് വചനം കടമെടുത്ത് അവരൊരു സഭ ഉണ്ടാക്കിയതുപോലെ, അതുപോലെ സെവന്ത് ഡേ ചർച്ചുകാര് അവര് വചനത്തിലെ കുറെ വചനം കടമെടുത്ത് അവരൊരു സഭ ഉണ്ടാക്കിയതുപോലെ, യേശുനാമക്കാര് അവര് ദൈവവചനത്തിലെ കുറെ വചനം കടമെടുത്ത് അവരൊരു സഭ ഉണ്ടാക്കിയതുപോലെ, അതുപോലെ സാൽവേഷൻ ആർമിക്കാര് അവരൊരു വചനം കടമെടുത്ത് അവരൊരു സഭ ഉണ്ടാക്കിയതുപോലെ, പെന്തക്കോസുകാര് അവര് കുറച്ച് വചനം കടമെടുത്തു അവരൊരു സഭയുണ്ടാക്കി. ഇത്രയേ ഉള്ളൂ സഭയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നിങ്ങൾ കാണുന്ന ഈ സഭകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ പൈശാചിക ആരാധനയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. ഇതിനകത്ത് നിങ്ങൾ പോയി ദൈവത്തെ ആരാധിക്കും നിങ്ങൾക്കാണ് തോന്നുന്നത്. നിങ്ങളോട് ദൈവം വന്ന് പറഞ്ഞോ ഞാൻ എന്നെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ ഷീപ്പുകൾ പോകുന്നത് പോലെ, ആടുകൾ പോകുന്നത് പോലെ നിങ്ങളെ വഴി നടത്തുന്നവന്മാരുടെ പുറകെ കുരുടനെ വഴി നടത്തിയാൽ രണ്ടുപേരും ചെന്ന് കുഴിയിൽ വീഴും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളെ കുഴിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ കുഴിയിൽ അറിയാതെ നിങ്ങൾ അവിടെ പോയിരുന്നിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ശംഭാവാട റീവലവാടാന്ന് വിളിച്ചു പോകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണത് ദൈവത്തെയാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അത് ദൈവമാണോ? ഇനിയെങ്കിലും തലച്ചോറ് ഉണരി പ്രിയ സഹോദരങ്ങളെ. ഇനിയെങ്കിലും നിങ്ങൾ തലച്ചോറ് ഉണരി. ഇതെല്ലാം വയറ്റിപ്പിഴപ്പിനുള്ളതാണ്. അവരൊരു സംഘടനകൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ സംഘടനകൾ ഉണ്ടാക്കിയിട്ടിട്ട് ആ സംഘടനയുടെ മറവിൽ നടക്കുന്നത് കച്ചവടം, പണം, പിരിവ്, അത് ഇത്രയൊക്കെ ഉള്ളൂ. കേവലം നമ്മളൊരു ക്ലബ്ബുകൾ ഉണ്ടാക്കിയിടത്തില്ലേ, മഹാരാജാസ് ക്ലബ്ബ്, രാമവർമ്മ ക്ലബ്ബ്, YMCA ക്ലബ്ബ്. ഇതുപോലെയാണ് ഈ പെന്തക്കോസ് സംഘടനകൾ എന്ന് പറയുന്നതും കത്തോലിക്ക എന്ന് പറയുന്നതും യാക്കോബറ്റ് എന്ന് പറയുന്നതും ഓർത്തഡോക്സ് എന്ന് പറയുന്നതും മാർത്തോമ എന്ന് പറയുന്നതും ഇതുപോലെയുള്ള എന്ത് പറയുന്ന സംഘടനകളാണ്. ഈ സംഘടനകളിനകത്താണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത് ഈ ജനം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അന്ത്യകാലം അടുത്തിരിക്കുന്നു. ഇതാരും പറഞ്ഞു തരില്ല പ്രിയ സഹോദരങ്ങളെ. യെരൂശലേമിൽ നിന്നും ശബ്ദം ഉയർന്നു വന്ന് നിങ്ങൾക്കിത് പറഞ്ഞു തരേണ്ടി വന്നിരിക്കുന്നു. ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ സത്യങ്ങൾ അറിയാൻ വേണ്ടി യെരൂശലേം വരെ ദൈവം എന്നെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത്രയും വർഷമായി എനിക്കെന്തേ ഒരു സഭ ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. എനിക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ഇപ്പോഴും ഫോളോവേഴ്സ് ഉണ്ടല്ലോ. അവിടെവിടങ്ങളിലായിട്ട് റീനയുടെ പേരിൽ സഭ ഉണ്ടാക്കിയിട്ട് 10 എന്റെ സഭ ഇന്ന സ്ഥലത്തുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവിടെ പോയാൽ മതി, നിങ്ങൾക്ക് പോയി എന്നെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആൾക്കാരെ വഞ്ചിക്കാൻ നമുക്ക് പറ്റും. എത്രയും വേഗത്തിൽ നമുക്ക്. കാരണം ഫോളോവേഴ്സ് ആയിട്ടിരിക്കുന്നവർ പറഞ്ഞാൽ എന്തും കേൾക്കാനിരിക്കുന്നവരാണല്ലോ. അപ്പൊ റീന പറയുന്ന വചനങ്ങളൊക്കെ സത്യമാണ്, എന്നാ പിന്നെ അവിടെ പോയി നമുക്ക് എന്ത് ചെയ്യാം, പോയി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിലപ്പം അവിടെ ഒരു കൂട്ടായ്മ കൂടി എന്ത് ചെയ്യും, അവിടെ പോയി നമുക്ക് പ്രാർത്ഥിച്ചെന്നിരിക്കും. അപ്പോഴത്തേക്കും എനിക്കും മറ്റുള്ളവർക്കും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കുന്നത്? ഓരോരുത്തരും എഴുന്നേൽക്കുമ്പോൾ അവന്റെ മറവിൽ ഒരു സഭയുണ്ടാകുക, ഒരു സംഘടന ഉണ്ടാകുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ.
ഞാൻ പറയുന്നത് സത്യമാണോ, യാഥാർത്ഥ്യമാണോ, ഞാൻ വന്നിരിക്കുന്നത് സത്യവചനം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്നും അറിഞ്ഞുകൊള്ളുക. എനിക്ക് എന്താണ് ലാഭം? നിങ്ങളെ ആരെങ്കിലും എവിടെയെങ്കിലും വിളിച്ച് ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മയെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടോ ഇത്രയും കാലമായിട്ടും? എനിക്ക് നിങ്ങളുമായിട്ടൊരു ഇന്ററാക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വഴി നടത്തി ഇങ്ങനെ കൊണ്ട് നടന്ന് നിങ്ങൾ നടത്തിയാലേ നിങ്ങൾ നടക്കത്തുള്ളൂ. നിങ്ങൾ ദൈവവുമായി നടക്കാനുള്ളവരാണ്. നിങ്ങൾ ദൈവവചനത്തിൽ ദൈവത്തിന്റെ ഒപ്പം നടക്കാനുള്ളവനാണ്. നിങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുരുവിന്റെയോ ഒരുത്തന്റെയോ ആവശ്യമില്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്നാണ് വചനം പറയുന്നത്. നിങ്ങളെ പേഴ്സണലായിട്ട് അറിയുന്ന ദൈവവും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അതിന് നിങ്ങൾ സ്വയം വളർന്നു പഠിക്കണം, നിങ്ങൾ നടന്നു പഠിക്കണം, നിങ്ങൾ ഓടിപ്പഠിക്കണം. അല്ലാതെ എപ്പോ നോക്കിയാലും ഞാൻ പുറകെ നിന്ന് മോളെ അത് തെറ്റാണേ, ഇത് തെറ്റാണേ, അങ്ങനെ പോകല്ലേ, ഇങ്ങനെ പോകല്ലേ, അവിടെ പോകല്ലേ, ഇവിടെ പോകല്ലേ, 24 മണിക്കൂർ പാസ്റ്റർ പുറകെ നിന്ന് നിന്നെ ഓട്ടാൻ ഇടുന്നു കഴിഞ്ഞാലുണ്ടല്ലോ നീ അങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരിക്കും. അവസാനം നീ വളരത്തുമില്ല, അവൻ എന്ത് ചെയ്യും? നിന്നെ പിഴിഞ്ഞ് പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ ഓടേണ്ടവരാണ്. നിങ്ങൾ സ്വയം ഓടണം. മക്കളെ അമ്മമാർ നടക്കാൻ പഠിപ്പിക്കും. മക്കൾ തനിയെ എണ്ണീക്കും, നടക്കും, വീഴും, എണ്ണീക്കും, ഒരു പരിധിവരെ തിന്നാൻ കൊടുക്കും. പിന്നെ കുഞ്ഞുങ്ങളെ തനിയെ തിന്നാൻ പഠിപ്പിക്കും. മക്കള് ഇങ്ങനെയല്ലേ മക്കളെപ്പോലും വളർത്തുന്നത് മാതാപിതാക്കള്. മക്കൾ ആഹാരം തിന്നു പഠിക്കുന്നതും പോയി പഠിക്കുന്നതും യാത്ര ചെയ്ത് പഠിക്കുന്നതും അങ്ങനെയാണല്ലോ മാതാപിതാക്കൾ വളർത്തിയെടുക്കുന്നത് മക്കളെ. അപ്പോൾ മനസ്സിലാക്കണം, നിങ്ങളും അങ്ങനെ വളരേണ്ടവരാണല്ലോ. 24 മണിക്കൂറും പാച്ചർ എന്ന് പറയുന്നവന്റെ നൂലിനകത്ത് പട്ടം കെട്ടി വിടുന്നവരെ പോലെ നിങ്ങൾ പുറകെ നടക്കേണ്ട. നിങ്ങൾ ഉടുപ്പിട്ടാൽ അവൻ തിരക്കും, നിങ്ങൾ കണ്ണു വരച്ചാൽ അവൻ തിരക്കും, നിങ്ങൾ മുടി കെട്ടിയാൽ അവൻ തിരക്കും. അതായത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എല്ലാ സ്വാതന്ത്ര്യവും അവന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അവനാണ് തീരുമാനിക്കുന്നത്. നീ പൊട്ടിട്ടാൽ കുറച്ച് കൂടുന്നുണ്ട്, ഇതെന്തു വാശിക്കുന്നേ, നിന്നെ നിയന്ത്രിക്കുന്നത് പിന്നെ അവനായിരിക്കും. ഇവിടെ അവിടെയൊന്നും ആവശ്യമില്ല. നിങ്ങളെ അറിയുന്ന, പേഴ്സണലി അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ കക്കുന്നവനെ കണ്ടിട്ടില്ലേ? അവൻ ഒരു ഉളുപ്പുമില്ലാതെ കൈയിട്ട് വാരും, ബക്കറ്റ് വെച്ച് പിരിക്കും. അമ്മ തായെ പസിക്കുന്നതെന്ന് പാസ്റ്റർമാർ ബക്കറ്റ് വെച്ച് പിരിക്കുമ്പോഴത്തേക്കും സർവശക്തനായ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച് സൂര്യനേക്കാളും വെല്ലുന്ന കണ്ണുള്ള, ആ വെളിച്ചത്തിനേക്കാളും സകല അന്ധകാരങ്ങളെയും ഇരുട്ടിനകത്തും തുളച്ചുകയറി കാണുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ അവന് ഭയമില്ല. ആ ദൈവത്തിന്റെ പേര് കൊണ്ട് തന്നെ അവൻ ബക്കറ്റിൽ പിരിക്കും, പണം പിരിക്കും. പക്ഷെ അവിടെ ഒരുത്തൻ ക്യാമറ വെച്ച് അതൊന്ന് വീഡിയോ പിടിച്ച് നോക്കി ക്യാമറയെ ഭയപ്പെടും. അവൻ ക്യാമറ കണ്ണുകളെ ഭയപ്പെടും. അവനോട് പോയി പറഞ്ഞേ അത് ഓഫ് ചെയ്യാൻ പറ, ക്യാമറ ഓഫ് ചെയ്യാൻ പറ, ക്യാമറ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറ. അവൻ അതിനെ ഭയപ്പെടും. പക്ഷെ സർവശക്തനായ ദൈവത്തെ അവൻ ഭയപ്പെടത്തില്ല. ഇതാണ് സമൂഹം ഇന്ന് കൊടുക്കുന്ന പാഠം. മനസ്സിലായോ? ഇതാണ് നിങ്ങൾ കൊടുക്കുന്ന, ഇന്ന് സമൂഹം കൊടുക്കുന്ന പാഠം എന്ന് പറയുന്നത്. ദൈവത്തെ ഭയമില്ലാത്തവന്മാർ. പക്ഷെ നിങ്ങൾ വ്യക്തിപരമായി ജീവിക്കുന്നത് കൊണ്ട്, നിങ്ങൾ വ്യക്തിപരമായി ദൈവവുമായി ശബത്താചരിച്ചുകൊണ്ട് ശബത്തിൽ ദൈവത്തോട് ചേർന്നിരുന്ന് നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും ദൈവത്തിനും തമ്മിലൊരു ബന്ധമുണ്ട്. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ട്. റീന കാണും, കാണാതിരിക്കും, കാണാതെ പോകും. കാരണം റീനയും നിങ്ങളുമല്ലല്ലോ ബന്ധം. റീനയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലല്ലോ റിലേഷൻഷിപ്പ്. നിങ്ങളും ദൈവവും തമ്മിലുള്ളതല്ലേ റിലേഷൻഷിപ്പ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിന് മുമ്പിലാണ് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്. അല്ലാതെ റീനയുടെ മുമ്പിലോ നാട്ടുകാരുടെ മുമ്പിലോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് കാര്യമില്ല പ്രിയ സഹോദരങ്ങളെ. സർവശക്തനായ ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം എപ്പോഴും നിങ്ങളെ ഭരിക്കണം. അതിനു വേണ്ടിയിട്ടാ നിങ്ങൾ ദൈവത്തിന്റെ കൂടെ ചേർന്നിരിക്കണം, ദൈവത്തിന്റെ കൂടെ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹമീദ് പ്രാന്തി പ്രാർത്ഥിക്കാൻ പറ്റിയ മുഖം. ചെറ്റയ്ക്കുണ്ടായവനെ, നീ പ്രാർത്ഥിച്ച് തള്ളിമറിച്ച് നാട്ടിനെ മുഴുവനെയും നശിപ്പിച്ചത് പോരേടാ ചെറ്റയ്ക്കുണ്ടായവനെ. മുഖം നോക്കിയിട്ടാണോടാ പ്രാർത്ഥിക്കാൻ? എടാ നിന്റെ ഉമ്മയുടെ കൊതം നോക്കി പോയിരുന്നു പ്രാർത്ഥിയത്. ഹമീദ് നിനക്ക് നീ എന്ത് വിചാരിച്ചു? തമിഴിൽ നീ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് വായിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടോ? നീ തമിഴിൽ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ എഴുതാനും വായിക്കാൻ എനിക്ക് അറിയത്തില്ലെന്നാണോ നീ വിചാരിച്ചത്? മലയാളത്തിൽ പോയിട്ട് നീ ഇപ്പം തമിഴിൽ വന്ന് എഴുതി കാച്ചുന്നത്? നീ എല്ലാ ദിവസവും നിന്റെ ഉമ്മയുടെ കൊതം നോക്കിയിട്ടിരുന്നാണോ പ്രാർത്ഥിക്കുന്നത്? അവന് പ്രാർത്ഥിക്കാൻ പറ്റിയ കൊതവാണെന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം?
ഹമീദ് പ്രാർത്ഥിക്കാൻ പറ്റിയ കൊതവാണ്. ഉമ്മയുടെ കൊതത്തിലാണ് പോയി നീ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ചെറ്റേ ഓടടാ ചെറ്റേ. നീ വിചാരിച്ചെന്തുവാ? നീ തമിഴിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ വായിക്കത്തില്ല, മലയാളത്തിൽ എഴുതിയിട്ടാ മാത്രമേ റീന വായിക്കത്തുള്ളൂ. അപ്പൊ റീന നമുക്ക് 2 തരും. അതുകൊണ്ട് പേടിച്ചങ്ങ് തമിഴിൽ ഉണ്ടാക്കിയിട്ട് കളയാമെന്ന് വിചാരിച്ചു. ഓട് സ്ഥലം കാലിയൊക്കെ കണ്ടം വഴി ഓട്. നീ നാളേക്കുണ്ടായവനെ. നിന്നോട് സംസാരിക്കാനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. നിന്നെപ്പോലുള്ള ചെറ്റകളെയും നിന്നെപ്പോലുള്ള തീവ്രവാദികളെയും നിന്നെപ്പോലുള്ള സാത്താൻ കുഞ്ഞുങ്ങളെയും നേരിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ഉള്ളവർക്ക്. മനസ്സിലായോ? അതുകൊണ്ട് ചെല്ല്, സ്ഥലം കാലിയാക്ക്. മലയാളം അത് അവൻ സത്യം പറഞ്ഞ ഈ എന്ത് പറഞ്ഞ ഈ ഊളകള് കഴുതകളാണ്, സത്യത്തിൽ കാട്ടുകഴുതകൾ. ദൈവം പറഞ്ഞു ഞാൻ നിന്നെ കാട്ടുകഴുതയെ പോലെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ട്. അവൻ തമിഴിൽ എഴുതി, പക്ഷെ ഈ മംഗ്ലീഷിൽ എഴുതുന്നത് പോലെയാ അവൻ എഴുതി വെച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പറ്റിയ മുഖം. തമിഴന്മാരങ്ങനെയല്ല എഴുതുന്നത്. തമിഴിൽ എഴുതിയ തമിഴിൽ തന്നെ എഴുതണം. മലയാളത്തിൽ പറഞ്ഞാൽ റീനയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് തമിഴിൽ വന്ന് അടി വാങ്ങിച്ചിട്ട് പോയിരുന്ന അറിയാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മലയാളത്തിൽ വന്നിട്ട് റീനയെ പറഞ്ഞു കഴിഞ്ഞാ മലയാളത്തിൽ കമന്റ് ഇട്ടോ, മംഗ്ലീഷിൽ കമന്റ് ഇട്ടോ, റീനയെ പറഞ്ഞു കഴിഞ്ഞാ റീനയുടെ കയ്യിൽ നിന്ന് അടി കൊള്ളുമെന്ന് മേടിച്ചിട്ട് അവൻ തമിഴിനകത്ത് എഴുതി അടി മേടിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ എന്തുവാണ് സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കോമഡി ആക്കുന്നത് എന്തിനാ? കയറി വന്ന് എടാ ഊളകളെ, നിന്നെ അടിച്ചടിച്ചടിച്ച് ഊളകളെ, നീക്ക് കോമഡി പീസായി മാറിപ്പോയില്ലടാ ഊളകളെ എന്റെ പേജിനകത്ത് കയറിയിട്ട്. സിസിൽ സേവിയർ ജെറുസലേം എന്ന പേര് മാറ്റിയിടുമോ സഹോദരി? അതെന്തിനാ ജെറുസലേം എന്നുള്ള പേര് മാറ്റിയിടുന്നത്? ആ പേര് കേൾക്കുമ്പോ പേടി വല്ലതും തോന്നുന്നുണ്ടോ? ജെറുസലേം എന്നുള്ള പേര് കേൾക്കുമ്പോ ജെറുസലേം എന്നുള്ള പേര് കേൾക്കുമ്പോ പേടി വല്ലതും തോന്നുന്നുണ്ടോ? ജെറുസലേം എന്നുള്ള പേര് കിടക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാലം ഈ ജനം പേടിക്കുന്നത്. മനസ്സിലായോ? ജെറുസലേം എന്ന് കേട്ടാൽ ഇവന്മാർക്ക് പേടി ഇളകുന്നത് അതുകൊണ്ടാ. സാത്താന് ഇളക്കപ്പെരുപ്പുള്ള ഒറ്റ പേരേ ഉള്ളൂ ജെറുസലേം. യെരുശലേം എന്ന് കേട്ട സാത്താൻ പേടിക്കും. അതുകൊണ്ടാ സാത്താൻ മറന്നു കൊടുക്കുന്നത് ജനങ്ങളെ. മനസ്സിലായോ? അതുകൊണ്ടാണ് ജനങ്ങളെ മറവിയുള്ളവരാക്കി മാറ്റുന്നത്. ജെറുസലേം എന്നുള്ളത് മറക്കാൻ വെക്കുന്നത്. ആ പേര് കേട്ടാലേ ഉമാർക്ക് വിറയല് വരും. റീന എന്തുകൊണ്ടാ പേടിക്കുന്നത്? റീനയെ പേടിക്കുന്ന റീന യെരുശലേമിൽ നിൽക്കുന്നത് കൊണ്ടാ. മനസ്സിലായോ? ഇവന്മാർക്കറിയാം എവിടം വരെ പോയാൽ എവിടം വരെ നോണ്ടി കളിക്കാൻ പറ്റൂന്ന് പറഞ്ഞിട്ട്. അതിൽ കൂടുതലൊന്നും വരത്തില്ല ഉളകള്. ഒരുത്തൻ പ്രൊഫൈൽ പിക്കം എടുത്തു കളഞ്ഞിട്ടാ കണ്ടം വഴി ഓടിയത്. ഒരുത്തൻ പ്രൊഫൈൽ പിക്കും കളഞ്ഞിട്ടാ കണ്ടം വഴി ഓടിയത്. ഇത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. നമ്മൾ എന്തെങ്കിലും പറയുന്ന പേടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞേ പറ്റത്തോളം ആവേശം കാരണം തമിഴിൽ വന്നങ്ങ് അടിച്ചു വിടുക. ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴിക്ക് വല്ല കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ എഴുതിയതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ജെറുസലേം എന്നുള്ള സിസിൽ സേവിയർ എന്തുകൊണ്ടാ ജെറുസലേം എന്നുള്ള പേര് മാറ്റിയിടുമോ സഹോദരി എന്ന് എന്നോട് ചോദിച്ചതിന് ഉത്തരം ആദ്യം പറഞ്ഞേര്. എന്തുകൊണ്ട്? ജെറുസലേം കണ്ട പേടി വരുന്നുണ്ടോ? ജെറുസലേം പേടി കണ്ടാൽ ജെറുസലേം എന്ന് കേൾക്കുമ്പോൾ പേടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിലൊളിക്കുന്ന ആത്മാവിനെ ഒന്ന് സൂക്ഷിക്കണം. ആരാണെന്ന് പറഞ്ഞിട്ട്, യെരുശലേമേ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ എന്നാ നിങ്ങൾ എല്ലാ ദിവസവും ഓർക്കണം. അതിനാ റീന വന്നിട്ട് ശലോം റീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്നത്. ഒരു ദിവസമെങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കും. ഒരു ദിവസം 1 പ്രാവശ്യമെങ്കിലും 2 പ്രാവശ്യമെങ്കിലും 3 പ്രാവശ്യമെങ്കിലും ഞാൻ യെരുശലേമിനെ ഓർമ്മിപ്പിക്കും. ഞാൻ മണിക്കൂറുകളോളം ഇവിടെ നിൽക്കുന്ന സമയത്തും നിങ്ങൾ യെരുശലേമിനെയാ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ യെരുശലേമിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് യെരുശലേമിനെ മറന്നുപോകരുത്. യെരുശലേമിനെ എന്നും ഓർത്തിരിക്കണം. ക്രിസ്ത്യാനിയെ, യെരുശലേമിനെ നീ മറന്നുപോയതാണ് നിന്റെ ദൈവത്തെ മറക്കാൻ നീ കാരണമായി തീർന്നത്. നിന്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട്, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീ പോയിട്ട് എന്ത് ചെയ്യും? ഭിക്ഷച്ചട്ടി എടുക്കുന്നത് പോലെ കണ്ടവന്റെ പിച്ചപാത്രത്തിനകത്ത് കൈയിട്ട് വാരി നീ തിന്നും. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ രക്ഷിക്കും, ദൈവം നിന്നെ സംരക്ഷിക്കും, ദൈവം നിന്നെ പോറ്റിപ്പുലർത്തും, ദൈവം നിന്റെ കഷ്ടത മാറ്റും എന്നെല്ലാം ഘോരം പ്രസംഗിക്കുന്നവനെ രക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാ. രക്ഷിക്കണമെങ്കിൽ നാട്ടുകാരെല്ലാം അവന്റെ പിച്ചച്ചട്ടിക്കകത്ത് പാത്രത്തിനകത്ത് കൈ വാരിയിട്ട് കൊടുക്കണം.
ഇനിയെങ്കിലും ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്ക്. ഇനിയെങ്കിലും ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്ക് പ്രിയ സഹോദരമേ. എടാ, ദൈവം നിന്നെ രക്ഷിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ സംരക്ഷിക്കും, ദൈവം നിന്റെ കടഭാരം മാറ്റും, ദൈവം നിന്റെ രോഗം മാറ്റും, ദൈവം നിന്റെ പട്ടിണി മാറ്റും, ദൈവം നിന്റെ ആഹാരത്തിനുള്ള അന്നത്തിനുള്ള വക കണ്ടെത്തി തരും, ദൈവം നിനക്ക് ജോലി തരും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ഘോരം പ്രസംഗിച്ചവന്മാര് പ്രസംഗം കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയത്തില്ല നിങ്ങളോട് സ്തോത്രക്കാഴ്ച പാത്രം നീട്ടുന്നു, നിങ്ങളോട് ബക്കറ്റ് പിരിവ് നടത്തുന്നു. എന്തേ? അവന്മാരെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല, നിങ്ങളെ മാത്രമേ സംരക്ഷിക്കത്തുള്ളൂ. അവന്മാർക്ക് ദൈവത്തോട് ചോദിക്കാൻ അറിയത്തില്ലേ? ഇവന്മാർക്ക് ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കാൻ അറിയത്തില്ലേ? അപ്പൊ നിങ്ങളെ പറ്റിക്കുകയാണ്. നിങ്ങളെ പറ്റിക്കുകയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്ക്. യെരൂശലേമിനെ മറന്നുപോയ ജനമേ, നിങ്ങൾ യെരൂശലേമിനെ മറന്നുപോയപ്പോൾ ദൈവത്തെ മറന്നതിന് സമമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവമില്ലാതെ പോയത്. ക്രിസ്ത്യാനിക്കുന്ന ദൈവമില്ലാതെ പോയത് അവൻ യെരൂശലേമിനെ മറന്നുപോയി, അവൻ ഇസ്രായേലിനെ മറന്നുപോയി, ഇസ്രായേലിന്റെ ദൈവത്തെ മറന്നുപോയി. ഇസ്രായേലിനെ മറക്കുമ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തെ എങ്ങനെ ഓർക്കാൻ പറ്റും? നിങ്ങൾക്ക് റീന ഫ്രാൻസിസ് എന്ന് കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഫ്രാൻസിസ് എന്ന് പറയുന്നത് എന്റെ അപ്പനായിരുന്നു എന്നുള്ള ഓർമ്മ വരത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് റീന 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 എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്ന് മനസ്സിലാകും എന്റെ അപ്പന്റെ പേരെവിടെയാണെന്ന് പറഞ്ഞിട്ട്? പക്ഷെ നിങ്ങൾ റീന ഫ്രാൻസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും റീനയുടെ പിതാവിന്റെ പേരാണ് ഫ്രാൻസിസ്. മനസ്സിലായോ? ഇതുപോലെയാണ് യെരൂശലേമിന്, ഇസ്രായേലിനെ നിങ്ങൾ മറന്നപ്പോൾ നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തെയാണ് സത്യത്തിൽ മറന്നത്. നിങ്ങൾ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞൊരു പേരിലൊരാളെ വിളിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരെ വിളിക്കുന്നത് ആർക്കറിയാം? നിങ്ങൾ വിളിക്കുന്നത് ആരെയാണെന്ന് ആർക്കറിയാം? ഇസ്രായേലിന്റെ ദൈവമാണ്. ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്. നിങ്ങൾക്ക് യഹൂദൻ ആരെന്നാ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് യഹൂദനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? യഹൂദനും കേവലം നിങ്ങളെപ്പോലെ എന്നാണോ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ഊളക്രിസ്ത്യാനികളെ പോലെയാണോ യഹൂദൻ എന്ന് പറയുന്നത്? യഹൂദൻ ആരാണെന്ന് അറിയണമെങ്കിൽ 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം എടുത്തൊന്ന് വായിക്കണം. ദാവീദ് എന്റെ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് യഹൂദനെ കുറിച്ച്. അവിടുത്തേക്ക് 23-ാം വാക്യം, അവിടുത്തേക്ക് ജനമായി വീണ്ടെടുപ്പാനും അവിടുത്തേക്കൊരു നാമം സമ്പാദിപ്പാനും. നീ ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു നാമം ഉണ്ടല്ലോ, ആ നാമം സമ്പാദിച്ചെടുത്തത് എങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേലിന്റെ ദൈവം, അബ്രഹാം ഇസ്ഹാക്ക് യാക്കോവിന്റെ ദൈവം എന്ന് പറഞ്ഞിട്ടാ. അവിടുത്തേക്ക് ജനമായി വീണ്ടെടുപ്പാനും അവിടുത്തേക്ക് ഒരു നാമം സമ്പാദിപ്പാനും അവിടുന്ന് ചെന്നിരിക്കുന്ന അവിടുത്തെ ജനമായ ഇസ്രായേലിന് തുല്യമായി ഈ ഭൂമിയിൽ ഏതൊരു ജാതി ഉള്ളൂ എന്നാ ചോദിക്കുന്നത്. ഇസ്രായേലിന് തുല്യമായി ഈ ഭൂമിയിൽ ഏതൊരു ജാതി ഉള്ളൂ? ദൈവമേ, അവിടുന്ന് മിസ്രയീമിൽ നിന്നും ജാതികളുടെ അവരുടെ ദേവന്മാരുടെ കൈവശത്തു നിന്നും അവിടുത്തേക്കായി വീണ്ടെടുത്തിരിക്കുന്ന അവിടുത്തെ ജനം കാണുകെ അവർക്ക് വേണ്ടി വൻകാര്യങ്ങളെ അവരുടെ ദേശത്തിനു വേണ്ടി ഭയങ്കര കാര്യങ്ങളെയും പ്രവർത്തിച്ചുവല്ലോ. അവിടുത്തെ ജനമായ ഇസ്രായേലിന് അവിടുന്ന് എന്നേക്കും ജനമായിരിക്കാൻ. മനസ്സിലായോ? അവിടുത്തെ ജനമായ ഇസ്രായേലിനെ അവിടുത്തേക്ക് എന്നേക്കും ജനമായിരിക്കാൻ അവിടുന്ന് അവിടുത്തേക്കായി സ്ഥിരപ്പെടുത്തി. അവിടുന്ന് അവർക്ക് ദൈവമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവം എന്ന് കേൾക്കുമ്പോഴാണ് നിനക്ക് നിന്റെ ദൈവം ആരാന്നുള്ള ബോധം വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? അല്ല, നീ പോയി ഇരുന്നിട്ട് കർത്താവേ കർത്താവേ എന്നൊരു പേര് വിളിച്ചത് കൊണ്ട് നിന്റെ ദൈവമാകുന്നില്ല. നീ കർത്താവേ കർത്താവേ എന്നൊരു പേര് വിളിച്ചത് കൊണ്ട് നീ ഒരു ദൈവത്തെ വിളിക്കുന്നതല്ല. നീ ആരെ വിളിക്കുന്നു, നീ ആരുടെ ദൈവത്തെ വിളിക്കുന്നു എന്നുള്ളതാ ചോദ്യം. നീ ഇസ്രായേലിന്റെ ദൈവത്തെ വിളിക്കുമ്പോഴാണ് നിന്റെ ദൈവമാകുന്നത്. നീ ഇസ്രായേലിന്റെ ദൈവം എന്ന് ഓർക്കുമ്പോഴാണ് നിനക്ക് നിന്റെ ദൈവമായി മാറുന്നത്. അല്ലാതെ നീ ചുമ്മാ പോയിട്ട് നിനക്ക് വായി തോന്നുന്ന ഒരു ദൈവത്തെ കിടന്ന് പേരിട്ട് വിളിച്ചത് കൊണ്ട് ദൈവമാകുന്നില്ല. നീ വിളിക്കുന്നതെല്ലാം ദൈവമാകണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? കൂടെ ഞാൻ വന്ന് യെരൂശലേം യെരൂശലേം എന്ന് പറയുമ്പോൾ നിങ്ങൾ യെരൂശലേമിനെ ഓർക്കുമ്പോൾ, ആ വിശുദ്ധ നഗരത്തെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാണനെ തന്ന നിങ്ങളുടെ കർത്താവിനെ ഓർക്കുകയാ. യെരൂശലേമിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന നിങ്ങളുടെ കർത്താവിനെ ഓർക്കുകയാ നിങ്ങളിപ്പോ ആ സമയത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടെ വന്നിട്ട് ഞാൻ തുടങ്ങിയ കാലം മുതൽ എന്റെ കർത്താവ് എന്നോട് തോന്നിപ്പിച്ചതാ,
ഇങ്ങനെ പറഞ്ഞു തുടങ്ങ് റീന, നിന്റെ ഐഡന്റിറ്റി ഇങ്ങനെ വരട്ടെ. ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത് പോലെ ഷലോം, ഞാൻ റീന ഫ്രാൻസിസ്, യെരുശലേം എന്ന് പറയുമ്പോൾ യെരുശലേമേ ഞാൻ നിന്നെ ഓർക്കുന്നു, യെരുശലേമേ ഞാൻ നിന്നെ ഓർക്കുന്നു. നിങ്ങളുടെ ഓർമ്മകളിൽ, നിങ്ങളുടെ സിരകളിൽ യെരുശലേം ഓടട്ടെ. നിങ്ങളുടെ രക്തത്തിനകത്ത് യെരുശലേം ഓടിക്കയറട്ടെ. നിങ്ങൾക്ക് യെരുശലേം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ കൈകാലുകൾ പ്രാണൻ അതിനായി തുടിക്കട്ടെ. എടാ, സാത്താൻ കുഞ്ഞുങ്ങൾക്കും സാത്താന്റെ അടിമകൾക്കും അവന്റെ തള്ളാവൂന്ന് കേൾക്കുമ്പോൾ, അവന്റെ മുത്തുനബിയും കുത്തുനബിയും എന്നും കേൾക്കുമ്പോൾ അവന്മാരുടെ സിരകളിലൂടെ എന്താ രക്തം ഓടുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? ഈ തുലുക്കന്മാർക്ക് എന്തിനാ ഇത്രമാത്രം ഈ ജാതിക്കൂറും ഒക്കെ ഉണ്ടായി കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സിരകളിനകത്ത് 24 മണിക്കൂറും റസൂള് റസൂള് റസൂൾ എന്ന് പറഞ്ഞ് ഈ കുത്തുനബിയെപ്പോലും ഒന്നിനും കൊള്ളാത്തവനെ, വെറും മൃഗത്തെ പോകിച്ച് നടന്നവനെയും 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് ജീവിച്ചവനെയും ഈ വൃത്തികേടും ആഭാസവും കൊണ്ട് നിറഞ്ഞവനെയെല്ലാം അവന്മാര് പറഞ്ഞു കൊടുത്ത് റസൂല് തള്ളാഹുവിനെ പറഞ്ഞാലും ഇവന്മാർക്ക് വിഷമമൊന്നും ഉണ്ടാകത്തില്ല. റസൂലിനെ പറഞ്ഞു നോക്കിയേ, അവന്റെ കുത്തുനബിയെ 2 പറഞ്ഞു നോക്കിയേ, ഇവന്മാരുടെ രക്തം തിളയ്ക്കും. ഇവന്മാരുടെ സിരകളിലൂടെ ഭാര്യയെക്കാളും സ്നേഹം, അമ്മയെക്കാളും സ്നേഹം, ഇവന്മാരുടെ മക്കളെക്കാളും സ്നേഹം, എന്തിനാവും വിളിക്കുന്ന തള്ളാകുന്ന ദൈവത്തെക്കാളും സ്നേഹം അവന്റെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവന്റെ കുത്തുനബി എന്ന് പറഞ്ഞ നബിയ. എന്തുകൊണ്ടാ? 24 മണിക്കൂറും അഥവാ കേട്ട് അവന്റെ സിരകളിലൂടെ വെച്ചിരിക്കുന്നത് കൊണ്ടാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ സിരകളിലൂടെയും ഒഴുകേണ്ടത്, നിങ്ങൾക്ക് കേട്ടാൽ തുടിപ്പുണ്ടാകണം, ഹൃദയത്തിന്റെ സ്പന്ദനം നിങ്ങൾക്കുണ്ടാകണം. ഇങ്ങനെ ക്രിസ്ത്യാനിയെ വാർത്തെടുത്തു വെച്ചിരുന്നുവെങ്കിൽ ഇന്നേ ക്രിസ്ത്യാനി നന്നായി പോയേനെ, എന്നേ ക്രിസ്ത്യാനി നന്നായി പോയേനെ. കാരണം നിങ്ങൾ കേവലം ഒരു മനുഷ്യ സമൂഹമല്ല. കാട്ടൊലിവായ നിങ്ങളെ നാട്ടൊലിവിനോടുകൂടി ഒട്ടിച്ചു വെച്ചാൽ ആ നരമ്പിനകത്ത് കൂടി വേണം ബ്ലഡ് ഒഴുകി പോകാനായിട്ട്. എടാ, ആ നരമ്പ് വലിച്ചെടുക്കുന്ന ബ്ലഡുകളെല്ലാം നിന്റെ ദേഹത്ത് കൂടി ഒഴുകി പോകണമെന്നേ. നീ കർത്താവിന്റെ യഹോശുവ മശീഹയുടെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ട രക്ത ഉടമ്പടിയെ കുറിച്ച് ഞാൻ പറയാമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. നീ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ ആ രക്തത്തിന്റെ വീണ്ടെടുപ്പ് ആദ്യം യഹൂദനാ. ആ രക്തത്തിൽ അവനാ വീണ്ടെടുക്കപ്പെട്ടത്. അവന്റെ വീണ്ടെടുപ്പിലാണ് ബാക്കി പത്രമാണ് നീ എന്ന് പറയുന്നത്. അപ്പോൾ അവനിലൂടെ കൊണ്ടുപോയി നിന്നെ ബഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോഴുണ്ടല്ലോ, അവൻ ആ രക്തത്തെ ഊറ്റിയെടുത്തിട്ട് നിനക്ക് കൂടി പകർന്നു തരുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന്റെ രക്തത്തെ നിന്റെ കൂടെ ഒഴുകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു സിരകളിലായി ഒന്നുപോലെ ഒന്നിക്കുവാനും ബന്ധിക്കപ്പെടുവാനും ഉള്ളവനാണ്. നീ യഹൂദനുമായി ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കാനുള്ളവനാണ്. അവന്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തമാണ് നിന്റെ ദേഹത്ത് വരുമ്പോഴാണ് നീയും രക്ഷ പ്രാപിക്കുന്നത്. അല്ലാതെ നിനക്ക് പ്രത്യേകിച്ച് രക്തം ഒഴുകി തരാനില്ല. അവിടെ വേരിൽ നിന്നും അവർ വലിച്ചെടുക്കുന്നത് യഹോശുവ മശീഹയുടെ രക്തമാണ്, അല്ലാതെ വെള്ളമല്ല. അവരുടെ രക്ഷ എന്ന് പറയുന്നത് അവരുടെ വേരിൽ നിന്നും ഇസ്രായേൽ വലിച്ചെടുക്കുന്നത് യഹോശുവ മശീഹയുടെ രക്തത്തെ അവർ വലിച്ചെടുക്കുകയാണ്. ആ രക്തത്തെ ആ വേരിൽ നിന്നും വലിച്ചെടുത്തിട്ട് അത് പകർന്നു കൊടുക്കുമ്പോഴാണ് രക്ഷയായി മാറുന്നത്. ആ രക്ഷയാണ് ലോകത്തിലേക്ക് പകർന്നു ചെല്ലുന്നത്. അത് അവര് വലിച്ചെടുക്കുമ്പോൾ ആ വേരിനകത്തോട്ട് പോയി ആ കൊമ്പിനകത്ത് നിന്നെ കൊണ്ടങ്ങ് ബഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോഴുണ്ടല്ലോ, നീ മാറിപ്പോകരുത്. നീ അതിനകത്തോട്ട് ഇങ്ങനെ ഇരിക്കണം, കോർത്തിരിക്കണം, നീ അതിനോട് ലയിക്കണം. എങ്കിലേ അത് വലിച്ചെടുക്കുന്നത് നിന്റെ സിരകളിലേക്ക് കയറി വരത്തുള്ളൂ. എന്നാലേ നിനക്ക് നന്മയുള്ളൂ. അല്ലാതെ അത് വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ വേറെ, നിങ്ങൾ പുതിയ നിയമം, ഞങ്ങൾ പഴയ നിയമം, നിങ്ങൾ പുതിയ നിയമവിശ്വാസികളെ ഉണ്ടാക്കിയിട്ടിരിക്കുക. ഇവിടെ കുറെ പുതിയ നിയമവിശ്വാസികളെ. ഈ പുതിയ നിയമവിശ്വാസികൾ എന്ന് പറയുന്നത് ആരാണെന്ന് ഈവന്മാർക്ക് ഒരെത്തും പിടിയുമില്ല. സംഘടനകൾ ഉണ്ടാക്കിയിട്ടിട്ട് പണപ്പിരിവ് നടത്തിയിട്ട് പുതിയ നിയമവിശ്വാസി പോലും ഊളന്മാര്. എന്താ പറയേണ്ടത്? സിജോയ് ആന്റണി, ആർക്കാടാ ഭ്രാന്ത്? നിന്റെ അമ്മയ്ക്കോ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ അമ്മയെ ചികിത്സിക്കാൻ വല്ല വഴി നോക്കണോ? നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താണോ? അവളെ ഭ്രാന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഊളംപാറയെ കൊണ്ട് ചങ്ങലയ്ക്ക് കെട്ടിയിട. അത് നിന്റെ ഭാര്യയ്ക്കാണോ ഭ്രാന്ത്? തെളിച്ചു പറയടാ, ആർക്കാ ഭ്രാന്തെന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്കാണോ ഭ്രാന്ത്? ഭാര്യയ്ക്കാണോ ഭ്രാന്ത്? ഊളംപാറയെ കൊണ്ട് കെട്ടിയിട്. എന്തിനാ ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത്? ഇവിടെ വന്ന് പറയുന്നത് നിന്റെ അമ്മയുടെ ഭ്രാന്തിന്റെ ചികിത്സിക്കാനായിട്ട് ഇവിടെ ആരും സാമ്പത്തികമായിട്ട് തന്ന് സഹായിക്കാൻ പോണില്ല. അതുകൊണ്ട് നീ പറഞ്ഞ് കരയണ്ട. മനസ്സിലായോ? നിന്റെ അമ്മയ്ക്ക് ഭ്രാന്ത്, ഇനി ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ കാമഭ്രാന്തുമായിരിക്കുവോ? എനിക്കറിയത്തില്ല. നിന്റെ അമ്മയ്ക്ക് കാമഭ്രാന്താണോ? അത് ചികിത്സിക്കാൻ ഉളംപാറയെ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അമ്മയ്ക്ക് കാമഭ്രാന്താണെങ്കിൽ അവളെ ഒരു മുള്ളുമുരക്കയിൽ കയറ്റിയിട്ട് നീ 2 റൗണ്ട് താഴോട്ട് ഇറക്കി വിട്ടാൽ മതി നിന്റെ അമ്മേനെ.
അവിടെ കാമഭ്രാന്ത് മാറിക്കൊള്ളും. അതുകൊണ്ട് എന്താ നിന്റെ അമ്മയുടെ ഭ്രാന്തെന്നുള്ളത് ആദ്യം ചികിത്സ അത് അറിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഭ്രാന്ത് ഇട്ടാതെ കമന്റ് ഇട്ടാതെ. അവനെ ഉണ്ടാക്കിയതിന്റെ ഭ്രാന്താ അവന്റെ അമ്മയ്ക്ക്. ഇവനെപ്പോലെ ഒരെണ്ണത്തെ ഉണ്ടാക്കി ഞാൻ ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഇതൊക്കെ കേട്ട ഭ്രാന്തന്മാർക്ക് ഭ്രാന്തളകുന്നേ. സത്യങ്ങൾ കേട്ടവന്മാർക്ക് എങ്ങനെയാ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ഭ്രാന്തന്മാർക്ക് ഭ്രാന്തളകത്തില്ലേ? സിജോയ് ആന്റണി എന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് വന്നതാണോ? പതുങ്ങിയിരുന്ന് വന്നതാണോ? 2 കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല അല്ലേ റീനയുടെ കയ്യിൽ നിന്നിട്ട്? പോടാ 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 ഊളെ. സംസാരിക്കുന്ന ആരോടാന്ന് വന്നിട്ട് സംസാരിക്കുന്ന കമന്റ് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് കമന്റ് ഇടുമ്പം ഒന്ന് നോക്കണം, ഇത് റീനയുടെ പേജിൽ തന്നെ റീനയാണോ കമന്റ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഇല്ലെങ്കിൽ നീ ഒരു ഭ്രാന്ത് പിടിച്ച് 2 റൗണ്ട് ഓടേണ്ട ഗതികേട് ഞാൻ ഉണ്ടാക്കും. മനസ്സിലായി? പിന്നെ നീ കണ്ടം വഴിക്ക് നീ റൗണ്ട് കറങ്ങി ഓടേണ്ടി വരും ഭ്രാന്ത് മൂത്തിയിട്ട് റീനയടുത്ത് വന്ന് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഊളത്തരവും കമന്റും എന്റെ പേജിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി ഞാൻ ലൈവിൽ നിൽക്കുമ്പോൾ സംസാരിക്കാൻ സൂക്ഷിച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട്, ഏതവനാണെങ്കിലും. മനസ്സിലായി? പിന്നെ ഭ്രാന്ത് മൂടി അമ്മ ജബ 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 എന്ന് പിന്നീട് സംസാരിക്കേണ്ട ഗതികേടുണ്ടാകും. അതുണ്ടാക്കി വെക്കരുത് എന്റെ പേജിനകത്ത് കയറി വന്നിട്ട്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളെ കർത്താവ് ആക്കി വെച്ച ആ വേരിൽ നിന്നും രക്തം വലിച്ചെടുക്കുക. രക്ത ഉടമ്പടിയെ കുറിച്ചുള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് രക്ത ഉടമ്പടി. ഈ രക്ത ഉടമ്പടിയുടെ ആഴമാണ് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ ഗുണമെന്ന് പറയുന്നത്. ചുരുക്കം ചിലർ മാത്രമായിട്ടുള്ളവരെ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ. ദൈവത്തിന് വലിയൊരു ചിന്തയൊന്നും വേണ്ട. തള്ളാഹുവിനാണെങ്കിൽ അങ്ങ് എല്ലാരെയും വേണം, ലോകം മുഴുവനും തള്ളാഹുവിൻ്റെതായി മാറണം. കർത്താവിന് അങ്ങനെയൊന്നും വേണ്ട. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നരകത്തിൻ്റെയൊക്കെയുള്ള വഴി വീതിയുള്ളതും വിശാലതയേറിയതുമാകുന്നു, അതിലേക്ക് കടക്കുന്നവർ അനേകരാകുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കവും നെരുക്കവും ഉള്ളവരാകുന്നു, അതിലേക്ക് കിടക്കുന്നവർ ചുരുക്കം ചിലരെന്ന് പറയാൻ കാരണം കർത്താവിന്റെ ജനത്തെ ഒന്ന് നോക്കിയേ നിങ്ങൾ. 0.02%. തള്ളാഹുവിന്റെ ജനത്തെ ഒന്ന് നോക്കിയേ നിങ്ങൾ, ലോകം മുഴുവനും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഹീറോ ആരാണ്? വില്ലൻ വരുമ്പോഴത്തേക്കും സിംഗം സിംഗിളാത്താൻ വരും, പന്നിക കൂട്ടമാ വരും. സിംഗം സിംഗിളാത്താൻ വരും, പന്നിക കൂട്ടമാ വരും. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണ്ടേ പ്രിയ സഹോദരങ്ങളെ? ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ ദൈവത്തിന്റെ ജനം ആരെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുകൊണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സന്തതിയെ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിന്റെ ജനസാണ്, അതിന്റെ ജീനാണ്. ആ ജീനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതുണ്ടല്ലോ, അതെന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ രക്ത ഉടമ്പടിയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം മനസ്സിലാകും ആ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞുകൊണ്ട്, അതിന്റെ ആഴം എന്താണെന്ന് പറഞ്ഞുകൊണ്ട്. ആ രക്ത ഉടമ്പടിയിലൂടെയാണ് നിങ്ങളും പ്രവേശിക്കപ്പെട്ടത്. മനസ്സിലായോ? ഒരു മിനിറ്റ്. സിസിൽ സേവിയർ, ജെറുസലേം എന്നുള്ള പേര് മാറ്റുമോ നീ നേരത്തെ ചോദിച്ചപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. മറ്റുള്ളവരെ തെറിഭാഷ ഉപയോഗിക്കുവാൻ ജെറുസലേം എന്ന പേര് ഉപയോഗിക്കുന്നത് ശരിയല്ല. യേശു സ്നേഹമാണ്, യേശു സമാധാനമാണ്. നിന്റെ യേശു ആരാടാ? വിവരം കെട്ടവനെ ഊളെ. എടാ ഊളെ, എടാ ഊളകൾക്ക് കമന്റ് ഇടാനുള്ളതല്ലടാ എന്റെ പേജ് സിസിൽ സേവിയർ എന്ന് പറഞ്ഞ ചെറ്റേ. പറഞ്ഞ മനസ്സിലായോടാ ഊളെ? നീ അങ്ങനെ തെറിഭാഷ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ എന്റെ പേജിൽ വരേണ്ട കാര്യമൊന്നുമില്ല. നീ ജെറുസലേമിനെ പറയാൻ വേണ്ടി എന്റെ പേരിലേക്ക് വന്നാലുണ്ടല്ലോ കാലുവാരി നിലത്തടിക്കും ഊളെ. മനസ്സിലായോ? നീ ശിഖണ്ഡിയെ പോലെ ഇരുന്ന് സംസാരിക്കുന്നവന് അമ്മയും ഭാര്യയും മക്കളെയും കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന നിന്നെപ്പോലുള്ള ഊളകൾക്ക് വന്നിട്ട് സംസാരിക്കാനുള്ളതല്ലടാ എന്റെ പേജ് ചെറ്റയ്ക്കുണ്ടായവനെ. കേട്ടാടാ കഴിവേറി, ഇറങ്ങിപ്പോ വിവരം കെട്ടവനെ. നീ ഭയങ്കര കാര്യത്തോടു കൂടി ജെറുസലേം എന്ന പേര് മാറ്റുമോ? സഹോദരി, നീ ആരെ സഹോദരി എന്ന് ഇവിടെ വിളിച്ചു? നീ സഹോദരി ഊളപ്പേരിൽ തന്നെ നീ സഹോദരി എന്ന പേര് വിളിച്ചു വന്നപ്പോൾ തന്നെ മനസ്സിലായി നീ ഏതൊരു ഊളയാണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നീ കൂടുതൽ ജെറുസലേമിന്റെ പേരിൽ നീ ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? കാലുവാരി ഞാൻ നിലത്തടിക്കും, നിന്റെ കാലുവാരി ഞാൻ നിലത്തടിക്കും. കൂടുതൽ വേർത്തരം കാണിച്ചുകൊണ്ട് എന്റെ പേജിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ യേശു ആരാണെന്നും കൂടി അങ്ങ് പറഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. യേശു പോലെ, യേശു സ്നേഹമാണ്, യേശു സമാധാനമാണ്. യേശുവിന് സ്നേഹവും സമാധാനവും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ആ ഊളകളെല്ലാം പോയി ചെയ്തത് കർത്താവിന്റെ പേരിൽ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നത്. ചാട്ടവാറെടുത്ത കർത്താവിനെ അവനെ അറിയത്തില്ല. യേശു സ്നേഹവും
യേശു എന്തോ വേറെന്ന് പറഞ്ഞ് സമാധാനവും സ്നേഹവും പറഞ്ഞ് യേശുവിനെ അറിയത്തുള്ളൂ. അത് അവൻ കത്തോലിക്കാൻ യേശുവിനാണെന്ന് തോന്നുന്നു ഇങ്ങനെ നടക്കുന്നത്. അവൻ ഇങ്ങനെ നടക്കുന്ന ഒരു യേശുവിനെ അറിയത്തുള്ളൂ. മനസ്സിലായോ? അവൻ ഇങ്ങനെ നടക്കുന്നത്. ശോത്രം ശകോരൻ നീ എഴുതിയപ്പോ ഒരു കമന്റ് കൂടി എഴുതടാ. യേശു ശിഖണ്ഡിയാണെന്നും കൂടി അങ്ങ് എഴുതി വെക്ക്. എന്തിനാ ഇത്രയും മാത്രം കൂടി എഴുതി വെച്ച നീ? യേശു സ്നേഹമാണ്, യേശു സമാധാനമാണെന്ന് മാത്രം എഴുതി വെച്ച എന്തിനാ? നിന്റെ ഭാഷയിൽ യേശു ശിഖണ്ഡി മാങ്ങ പറി ചെളിക്കുത്ത്, മാങ്ങ പറി ചെളിക്കുത്ത് എന്നും കൂടി എഴുതി വെച്ചോ നീ നിന്റെ ഭാഷയില്? യേശു സ്നേഹമാണ്, യേശു സമാധാനം എന്ന് മാത്രം എഴുതി വെക്കാതെ ഊളെ. അവന് ചാട്ടവാറെടുത്ത കർത്താവിനെ അറിയത്തില്ല പോലും. അവന് ഏത് യേശുവിനെയും പൊക്കി പിടിച്ചോണ്ട് നിനക്ക് ആരാടാ യേശു എന്ന് പേരിട്ട് തന്നത്? നിനക്ക് ആരാ യേശു എന്ന് പേരിട്ട് തന്നത്? വിവരം കെട്ടവനെ. അവന് ഒരു ഗുണ്ടൻ വന്നിരിക്കുന്നു കമന്റ് ഇടാൻ. സിസിൽ സേവിയർ ഗുണ്ടൻ, ആണും പെണ്ണും കെട്ടവൻ. കർത്താവ് ഇനി ഇറങ്ങി വരാൻ പോകുന്ന തീയില. കർത്താവിന്റെ വായിൽ നിന്നും ഇനി പുറപ്പെടാൻ പോകുന്നത് സകലത്തിനെയും ദഹിപ്പിക്കാൻ പോകുന്ന. അല്ലാതെ വന്നിട്ട് കർത്താവ് സമാധാനം ശാത്രം 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 മകളേ കർത്താവിന്റെ മക്കളേ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇനി കിടന്ന് വേറെത്രയല്ല കാണിക്കാൻ പോകുന്നത്. കർത്താവിന് ഒലിവ് മലയിൽ കാല് ചവിട്ടി നിന്നിട്ട് തന്റെ മക്കളോട് കാണിച്ച അനീതിയും അക്രമവും കാണിച്ചവന്മാരോട്. ഇന്ന് റീന പറയുന്നത് കുറച്ചാ. ഈ ജനത്തോട് അനീതിയും അക്രമവും കാണിച്ചവന്മാരോട് റീന ഇന്ന് കുറച്ചാ സംസാരിക്കുന്നത്. എന്റെ കർത്താവ് വന്ന് നിന്ന് നോക്കും. തന്റെ ജനത്തെ ഇത്രയും കാലം പീഡിപ്പിച്ചവന്മാര്, തന്റെ മക്കളുടെ കണ്ണുനീര് വീഴാൻ തക്കവണ്ണം ഇടയായി തീർന്നവന്മാര്, കർത്താവ് കണ്ണുനീര് അവരുടെ മുഖത്ത് നിന്നും തുടച്ചു നീക്കിയിട്ട് ഒരു സിംഹം പോലൊരു നിപ്പുണ്ട്, ചോണയുള്ളവന്മാര് വാനടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, കൂട്ടമായിട്ടും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഉമാര അസംഖ്യം ജനമായി കയറി വരുന്ന സമയത്ത് എല്ലാവരെയും നോക്കിയിട്ട് ശ്രോത്രം സഹോദര ശ്രോത്രം സഹോദര ഹല്ലേലൂയ ശ്രോത്രം ശ്രോത്രം ഹല്ലേലൂയ ശ്രോത്രം ശ്രോത്രം എന്ന് പറഞ്ഞ് കർത്താവ് കൊട്ടടിക്കാനല്ല പോകുന്നത്. വിവരം കെട്ടവന്മാരെ, കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ശ്വാസം കൊണ്ട് നശിപ്പിച്ചു കളയും. കർത്താവ് പോലും പ്രതികാരത്തിന് ഇറങ്ങി വരികയാ. എന്നിട്ട് വരെ ഈ കർത്താവ് സ്നേഹത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് കർത്താവ് അതിനു മുമ്പേ തന്റെ ജനത്തെ ഒരുക്കുകയാ. അതിനു മുമ്പേ കർത്താവിന് വേണ്ടി സോൾജറായി നിൽക്കുമ്പോ ഇങ്ങനെ കർത്താവ് നിൽക്കുമ്പോ തൊട്ട് പുറകിൽ ഇങ്ങനെ നിൽക്കണം പോയി നിന്നിട്ട്, ആഴ്ച കർത്താവ് ഞങ്ങളും ഉണ്ട് കർത്താവെ അടിക്കാൻ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ശിഖണ്ഡികൾക്കുള്ളത് എന്റെ പേജല്ല. അതുകൊണ്ട് ശിഖണ്ഡികളായി കുണ്ടന്മാരായിരുന്നു കമന്റ് ഇടാൻ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കാല് വാരി നിലത്തടിക്കും. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് പോകരുത് ദയവ് ചെയ്ത്. കുണ്ടന്മാരെന്റെ പേജിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. ആണും പെണ്ണും കെട്ടവന്മാര്, അതുപോലെ തന്നെ പെണ്ണുങ്ങളാണെങ്കിൽ പോലും അയ്യോ ഞങ്ങൾക്ക് റീനയുടെ പഠിപ്പിക്കൽ, റീനകൾ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നോട് വന്നിട്ട് തെമ്മാടിത്തരം പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, തന്നിരിക്കും. അല്ലാതെ ഒരു ഊളകളും പറയുന്നത് കേട്ട് തലകുനിച്ചു പോകാൻ നിന്റെ ഒന്നും ചെല്ലും ചെലവിനും അല്ലടാ ഇരിക്കുന്നത് റീന. എന്റെ പേജിനകത്ത് എന്നെ കയറി വന്ന് പറയാൻ അത്രത്തോളം നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്നുള്ളത് വാങ്ങിക്കാനുള്ള ധൈര്യത്തോടും കൂടി വേണം വരാനായിട്ട്. മനസ്സിലായോ? അല്ലാതെ വന്നിട്ട് റീന അങ്ങനെ പറയുന്നു, റീന എങ്ങനെ പറയുന്നു. നിന്റെയൊക്കെ വീട്ടിൽ കയറി നിന്റെ അമ്മയെ ചോദിക്കുമ്പോഴും നിന്റെയൊക്കെ ഭാര്യയെ ചോദിക്കുമ്പോഴും നിന്റെ മകളെ ചോദിക്കുമ്പോഴും നീ അവനെ വീട്ടിൽ ഇരുത്തി സൽക്കരിച്ച് ചോറ് കൊടുത്ത് അവന്റെ ഭാര്യയും മകളെയും അമ്മയും കടപ്പറയിൽ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ അത് നിന്റെയൊക്കെ കൾച്ചർ. എന്റെ കൾച്ചർ അങ്ങനെയല്ല. എന്റെ അമ്മയെ ചോദിച്ചാലും എന്നെ ചോദിച്ചാലും ആരെ ചോദിച്ചാലും അവനെ കാലി പിടിച്ച് നിലത്ത് വാരി അടിയോടടിച്ചിട്ട് അവന്റെ മുറിയണ്ടി വെട്ടിയെടുക്കുന്നത് എന്റെ കൾച്ചർ. അതിനെ നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. മുഹമ്മദ് സാലി ആര്? ഉമ്മ രാവിലെ ഗുളിക കഴിച്ചില്ലേ? എന്തേ? അവക്ക് കാമഭ്രാന്താണോ? മുഹമ്മദ് സാലിയുടെ ഉമ്മ രാവിലെ ഗുളിക കഴിച്ചില്ലെന്ന് അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ആരെങ്കിലും ഒക്കെ പോയി അവന്റെ ഉമ്മയ്ക്ക് ഗുളിക വാങ്ങിച്ചു കൊടുക്കുമെന്ന്? നിന്റെ ഉമ്മയ്ക്ക് ഗുളിക വാങ്ങിച്ചു കിടക്കാനായിട്ട് ഞങ്ങളിവിടെ നിനക്ക് ഉമ്മയ്ക്ക് കാമഭ്രാന്താണെന്ന് പറഞ്ഞ് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂടാ മുഹമ്മദ് സാലിയെ? നിന്റെ ഉമ്മയുടെ സൂക്കേട് മാറ്റാനായിട്ട് എനിക്ക് വല്ല ഡോക്ടറോട് ചോദിക്കാന്ന് പറഞ്ഞു കണക്ക്. അവൻ വിചാരിച്ച് റീന എന്തോ ഇത് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നേരത്തെ അവന് കൊടുത്തല്ലോ, അപ്പൊ അവൻ വിചാരിച്ച് റീന ഇത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് സാലി എന്നോട് ചോദിക്കുക. തീട്ടം മുഹമ്മദിന്റെ അനുയായിയാണ്, അതുകൊണ്ട് അവന് മുഹമ്മദ് സാലി എന്ന് പേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തീട്ടം മുഹമ്മദ് സാലി എന്തുവാ? ഉമ്മ രാവിലെ ഗുളിക കഴിച്ചില്ല, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ?
ഉമ്മയ്ക്ക് ഭ്രാന്തെടുത്തിരിക്കുവാണോ? അവൾ 2 റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുവാണോ മലപ്പുറത്തിപ്പം? എന്നാ ഒരു കാര്യം ചെയ്യും, അതിനുള്ള വഴി എൻ്റെ അടുത്തല്ലേ ചോദിക്കരുത്, ഡോക്ടറിന്റെ പങ്ക്തിയോട് ചോദിക്കുക. എന്തോ അസുഖം എന്നുള്ളത് കൂടി പറ, അപ്പോഴല്ലേ എനിക്ക് വ്യക്തമായിട്ട് നിനക്ക് മറുപടി തരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ചെല്ല്. എന്താ അസുഖം കൂടി നീ പറഞ്ഞാലല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ്. ഓക്കെ. അതുകൊണ്ട് മുഹമ്മദ് സാലി സുഖമില്ല, ഉമ്മയ്ക്ക് സുഖമില്ലേ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂടാ മുഹമ്മദ് സാലി, നിന്റെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട്? അവക്ക് കാമത്തിന്റെ അസുഖക്കേട് വല്ലതാണോ? സൂക്കേട് വല്ലതാണോ നിന്റെ ഉമ്മയ്ക്ക്? കാമസൂക്കേട് വല്ലതാണോ? എടാ മുഹമ്മദ് സാലിയെ, അവന്റെ ഉമ്മ രാവിലെ ഗുളിക കഴിച്ചില്ല പോലെ, അവന്റെ ഉമ്മയ്ക്ക് സൂക്കേട് കൂടുതലാണെന്ന് പോലെ. നിന്റെ ഉമ്മയ്ക്ക് സൂക്കേടാണെങ്കിൽ ആ സൂക്കേട് തീർക്കേണ്ടത് നീ പോയിട്ടാ തീർക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിനക്ക് അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചിടക്കുകയാണെങ്കിൽ യൂസഫ് അലിയോട് പോയി ചോദിയില്ലേ, നിന്റെ ഉമ്മയുടെ സൂക്കേട് മാറ്റാനായിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? എടാ മുഹമ്മദ് സാലിയെ, നിന്റെ ഉമ്മയുടെ സൂക്കേട് മാറ്റാനായിട്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അത് യൂസഫ് അലിയോട് പോയി ചോദിച്ചു, എന്റെ അമ്മയുടെ സൂക്കേട് മാറ്റി തരാൻ പറ്റുമോ? ഒരു ദിവസം എന്റെ ഉമ്മയെ നിന്റെ വീട്ടിലോട്ട് ഞാൻ വിടട്ടെ യൂസഫ് അലിയെ എന്ന് പറഞ്ഞു ഉമ്മയോട് പോയി ചോദിക്കേ. യൂസഫ് അലിയോട് ചോദിക്കില്ല. അപ്പൊ എന്റെ ഉമ്മ യൂസഫ് അലിയുടെ വീട്ടിലോട്ട് ഒരു ദിവസം രാത്രി വിട്ട് കഴിഞ്ഞ് എന്റെ ഉമ്മയുടെ സൂക്കേട് മാറുമായിരിക്കും. മുഹമ്മദ് അലിയെ സാലിയെ മുഹമ്മദ് സാലി, മനസ്സിലായോ? ചിലപ്പോ അങ്ങനെ വല്ല നിന്റെ ഉമ്മയുടെ സൂക്കേട് മാറാൻ സാധ്യതയുണ്ട്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പേജിൽ നിന്ന് പൊന്നുമോൻ പോയി മുഹമ്മദ് യൂസഫ് അലിയോട് പോയി ചോദിയില്ലേ, എന്റെ ഉമ്മയുടെ സൂക്കേടൊന്ന് മാറ്റി തരുമോ എന്ന് പറഞ്ഞിട്ട്. പോടാ ചേറ്റേ, പേജിൽ നിന്ന് ഇറങ്ങി. അതുപോലെ എന്റെ പേജിനകത്ത് നിൽക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. റീന കുറച്ച് കട്ടിക്കുള്ള ഭാഷ പറയുന്നു, അല്ലെങ്കിൽ റീന തെറി പറയുന്നു. പട്ടെ ഇവരുടെ ഭാഷ തെറിയാന്നങ്ങനെ ഇരിക്കട്ടെ. റീന ദൈവവചനം പറയുന്ന ദൈവമകൻ തെറി പറയുന്നു, അങ്ങനെ ആന പറയുന്നു, പൂന പറയുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഇടർച്ചയും വിഷമവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ ഊളകളോടും ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുക. എനിക്ക് ഫേസ്ബുക്കിനകത്ത് കയറി 10,000 വീഡിയോ കാണണമെന്നുള്ള മോഹം എനിക്കില്ല. എന്റെ യൂട്യൂബിനകത്തും ലക്ഷങ്ങൾ കയറി വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് യൂട്യൂബ് ഇരുന്ന് കാണണമെന്നും വലിയ ആഗ്രഹവും എനിക്കില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചുരുക്കം ചിലർക്ക് വേണ്ടിയിട്ടുള്ളതാ. ദൈവത്തിന് അത്രമാത്രം മതിയെന്നേ, എല്ലാണത്തിനെയും ദൈവത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ മുഹമ്മദ് സാലി, അയ്യോ റീന ടീച്ചർ ആണോ? അയ്യോ അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ അറിഞ്ഞല്ലോ മുഹമ്മദ് സാലിയെ, ഇപ്പൊ അറിഞ്ഞല്ലോ. എന്നാ മോൻ ചെല്ല് കേട്ടാ. ഇപ്പൊ അറിഞ്ഞല്ലോ. മുഹമ്മദ് സാലിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ചില സമയം വടിയെടുക്കേണ്ടി വരുന്നത്. നിന്നെപ്പോലുള്ള ഊളകൾ ചിലപ്പോൾ കയറി വരുന്ന സമയത്തെ ഞാൻ വടിയെടുക്കേണ്ടി വരുന്ന ടീച്ചറായിരിക്കുന്നത് കൊണ്ടാ. ഇപ്പൊ അറിഞ്ഞല്ലോ പൊന്നു മോനെ. എന്നാ ശരി, ചെല്ല് കേട്ടാ. ഈ ക്ലാസ്സിന് മോന് പറ്റിയതല്ല, ഈ മോന്റെ ക്ലാസ് അല്ല ഇത്. മോന് ഇപ്പോഴും മദ്രസ ക്ലാസ് ആണ് മോന് പറ്റിയ ക്ലാസ്. മദ്രസ പൊട്ടന്മാർക്ക് മദ്രസ ക്ലാസ് അല്ലേ പറ്റത്തുള്ളൂ. ഇത് മദ്രസ പൊട്ടന്മാരുടെ ക്ലാസ് അല്ലല്ലോ. അതുകൊണ്ട് ഈ ടീച്ചറെ കൊണ്ട് നിനക്ക് പ്രയോജനമില്ല. ഈ ടീച്ചർ നിനക്ക് ആകെ പ്രയോജനം എന്നാ വടിയെടുത്ത് നിന്നെ മൂട് നോക്കി നല്ല 4 ചാത്ത് ചാത്തും. അതേ ഈ ടീച്ചറെ കൊണ്ടുള്ള പ്രയോജനം നിനക്കുണ്ടാകത്തുള്ളൂ കേട്ടോ മുഹമ്മദ് സാലിയെ. മദ്രസ പൊട്ടന്മാർക്ക് എന്റെ ക്ലാസ് ഒട്ടും ചേരത്തില്ല. മദ്രസ പൊട്ടന്മാർ എന്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ബേജാറാകും. കാരണം മദ്രസ പൊട്ടന്മാർ ഇത്രയും കാലം പഠിച്ചു വെച്ചതല്ലല്ലോ റീന പറഞ്ഞു കൊടുക്കുന്നത്. റീന തൂറാന്റെ പുസ്തകത്തിനകത്ത് എന്തോന്ന് എഴുതിയിട്ടുണ്ടോ അതുപോലെ അങ്ങ് പറയുകയല്ലേ. മദ്രസ പൊട്ടന്മാരെ പറ്റിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും അങ്ങനെയല്ലായിരുന്നല്ലോ. അതുകൊണ്ട് അവന്മാർക്ക് ഒരിക്കലും ഇത് ചേരത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, മക്കളങ്ങ് സ്ഥലം കാലിയാ കേട്ടോ.
ശരി. അറിയത്തില്ലായിരുന്നു കൊച്ചിന് മുഹമ്മദ് സലിക്ക് ഞാൻ ടീച്ചറായിരുന്നു, എന്നെ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പം അറിഞ്ഞല്ലോ, വളരെ നന്നായിട്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഞാനങ്ങ് പോവുക. ഇനിയിപ്പം പുറത്തേക്ക് പോയി എനിക്ക് ഫോണൊന്ന് റീചാർജ് ചെയ്യണം. അതുകൊണ്ട് അപ്പൊ കണ്ടുപിടിച്ചു കളഞ്ഞു കൊച്ചു കള്ളൻ ടീച്ചറാണെന്ന് പറഞ്ഞിട്ട്. ഷ അപ്പം ശരി പ്രിയ സഹോദരങ്ങളെ, ഞാൻ രക്ത ഉടമ്പടിയെ കുറിച്ച് ഞാൻ വന്ന് പറയാം. ഇന്ന് എന്തായാലും ധൈര്യമായിട്ടിരിക്കുക. ആശ കൺഫേം ആയിട്ടില്ല സൂം വരണോ അതോ ലൈവ് വരണോ എന്നുള്ളത്. ലൈവ് വരണോ എന്നാണ് എൻ്റെ ആഗ്രഹം രക്ത ഉടമ്പടിയെ കുറിച്ച്. സിസ്റ്റർ, ഇന്നലെ എൻ്റെ ജന്മദിനമായിരുന്നു. ഒരു ഹാപ്പി. അയ്യോ, അലൻ സാംസൺ തോദാം മോത്തീഖ്, ഹാപ്പി ബർത്ത്ഡേ. ദൈവം അനുഗ്രഹിക്കട്ടെ. സോറി കേട്ടോ, ഇന്നലെ ആരോ ഒരാള്, ഇന്നലെ ഞാൻ സീരിയസ് ആയിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് ആരോ ഒരാള് എനിക്ക് ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതിനിടയിൽ സീരിയസ്നെസ്സിനിടയിൽ പെട്ടെന്ന് ജോക്കറാകാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറിയിട്ട് എന്ത് ചെയ്തത്, ഹാപ്പി ബർത്ത്ഡേ ഒന്നും പറയാത്തത്. എന്നോട് ക്ഷമിക്കുക കേട്ടോ. ആരോ ഒരാൾ കമന്റ് ഇട്ടായിരുന്നു, സിസ്റ്റർ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്ക് സീരിയസ് ആയിട്ട് ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കമന്റ് എടുത്ത് തള്ളുന്നത് എനിക്ക് ബർത്ത്ഡേ ആയിരുന്നു പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ സീരിയസിനിടയിൽ അത് ഇട്ടത് കൊണ്ട് ഞാൻ അത് നോക്കാനേ പോയില്ല. കാരണം എനിക്ക് അതിന്റെ ഇടയിൽ ആ കയറി സംസാരിക്കാൻ പറ്റത്തില്ല. വാളെടുത്ത് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് വെച്ചേക്കുന്ന അമ്മച്ചി എനിക്ക് വെച്ചേക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ നോടി മാറ്റം ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിവിടെ യുദ്ധത്തിനകത്ത് നിൽക്കുമല്ലേ. അതുകൊണ്ടാണ്. എന്തൊക്കെയായാലും റീനാമോൾ സുന്ദരിയാണ് കേട്ടോ. ആണല്ലോ. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. അങ്ങനെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. അന്നൊരു ദിവസം ഒരുത്തൻ വന്നിട്ട് ഞാൻ ദാവീദിന്റെ സൗന്ദര്യവും എന്തുവാ വേറെ ആരുടെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരുത്തൻ ഓടി വന്നിട്ട് പറഞ്ഞില്ലായിരുന്നോ നീയോ എന്ന് പറഞ്ഞു. അത് മുഹമ്മദ്, അതിന്റെ പേരെന്തോ മുഹമ്മദ് സാദിഖ് മുഹമ്മദോ, സാദിഖ് മുഹമ്മദ്. നീയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്താ നീയോ ഡാഷ് 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 തെളിച്ചു പറയടാ, എന്നിട്ട് വേണം എനിക്ക് നിന്നോട് മറുപടി പറയാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തൊട്ട് താഴെ വന്ന് കമന്റ് ഇട്ട് നീയും സുന്ദരിയാണ് കേട്ടോ എന്ന് പറഞ്ഞതുപോലെ എന്തൊക്കെ പറഞ്ഞാലും റീന സുന്ദരിയാണെന്ന്. വളരെ നന്ദി, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. കാരണം നിന്റെയൊക്കെ കൂട്ടങ്ങൾ തന്നെയാ പറയുന്നത്. പന്നിയുടെ മോന്ത, പിന്നെ കിളവി, പിന്നെ കമന്റ് ദാരിദ്ര്യം വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാണല്ലോ ആശ്വാസം കണ്ടെത്തുന്നത്. അപ്പൊ ശരി, ഓക്കെ പ്രിയ സഹോദരങ്ങളെ. രണ്ട് കിട്ടിയിട്ടും അവന്റെ ഒരു സഫ്യതയും ഭവ്യതയൊക്കെ കണ്ടില്ലേ. ഇങ്ങനെയും ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യജന്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക. എന്തായാലും അവന്റെ കൂറിയാണെന്ന് പറയാതിരുന്ന ഭാഗ്യവായിപ്പോയി. അത് പറഞ്ഞിരുന്നെങ്കിൽ അവന് പേരിൽ കയറിയനെയായിരുന്നു. ഓക്കെ പ്രിയ സഹോദരങ്ങളെ, അപ്പം ഞാൻ പോട്ടെ, എനിക്ക് റീചാർജ് ചെയ്യണം, ബസ്സിൽ കയറണം. ഓക്കെ, ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, പ്രെയർ ഉണ്ടാവണം. ആരാണ് മോൻ്റെ ബർത്ത്ഡേ പറഞ്ഞത്? ഓക്കെ, ജെസ്സി ജോൺ, ദൈവം മോനെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. അലൻ സാംസൺ, ഒന്നുകൂടി പറയാം ഹാപ്പി ബർത്ത്ഡേ. യോമുലേദത് സമയാഹ്, ഇബ്രായ ഭാഷയിൽ തന്നെ പറഞ്ഞേക്കാം, യോമുലേദത് സമയാഹ്. ഓക്കെ, അപ്പോൾ അലൻ സാംസനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് സൂം ഉണ്ടോ ചേച്ചി? സൂം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെൽവിൻ ജോസഫ് തോദാ. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്തായാലും എന്താ പറയാ, ദൈവം അനുഗ്രഹിക്കട്ടെ ആ മോനെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പോട്ടെ. ലഹിത്രോ ലൈവ് മതിയല്ലേ? നോക്കട്ടെ, ലൈവ് വരാൻ പറ്റും, ലൈവ് വരാം.